സ്ക്രീൻ വിസിബിൾ അല്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. സോ നമുക്ക് ഇന്നത്തെ ബോട്ടണിയുടെ ലൈവ് സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് നമുക്ക് ഫെബ്രുവരിയിലാണ് എക്സാം വരുന്നത്. അപ്പം എക്സാമിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു റാൻഡം ബ്രഷ് അപ്പ് എന്ന രീതിയിൽ നമ്മൾ വേഗം ഒരു ചെറിയ ഒരു റിവിഷൻ ക്ലാസ് കണ്ടക്ട് ചെയ്യുവാണ്, ലൈവ് റിവിഷൻ ക്ലാസ്. സോ നമുക്ക് എല്ലാ യൂണിറ്റിൽ നിന്നും ഈ ഒരു ചെറിയ ടൈം, അതായത് ഈ 1.5 hours നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് നമ്മൾ ഈ ഒരു ചെറിയ ടൈമിൽ ഡിസ്കസ് ചെയ്യുവാണ്. സോ ആസ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുമ്പോൾ ഇൻ കേസ് ഈ പറയുന്ന നമ്മുടെ ക്ലാസ്സിന്റെ സ്ലൈഡ് മൂവ് ചെയ്യുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ എന്റെ ഓഡിയോ ബ്രേക്ക് ആവുകയാണെങ്കിലോ ജസ്റ്റ് ഒന്ന് എന്നെ ഇൻഫോം ചെയ്യുക. കാരണം നമുക്ക് എല്ലാവർക്കും ഈ നെറ്റ്വർക്ക് ഇഷ്യൂസ് വരാൻ സാധ്യതയുള്ളത് കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് പറയാട്ടോ. പറയണം, മെസ്സേജ് ഇട്ടാൽ ചിലപ്പോൾ അറിയത്തില്ല, പറഞ്ഞാലേ ഞാൻ അറിയത്തുള്ളൂ. ഓക്കെ. സോ ഹോപ്പ് തിങ്സ് ആർ ക്ലിയർ. സോ നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നത് യൂണിറ്റ് 1 വെച്ചിട്ടാണ്, ദാറ്റ് ഇസ് ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഫോം 1. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയൽ സെൽ, അതായത് അൾട്രാ സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയൽ സെല്ല് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് നമുക്ക് അറിയാം ബാക്ടീരിയൽ സെല്ലിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ദർ ഇസ് സംതിങ് നോൺ ആസ് എ ഗ്ലൈക്കോകാലിക്സ്. ഗ്ലൈക്കോകാലിക്സ് എന്ന് പറയുന്ന നേരത്ത് ഒരു സ്ലൈമി കോട്ടിംഗ് ആണ്. അത് സെൽ വോളിന്റെ പുറത്ത് കാണപ്പെടുന്ന ഒരു കോട്ടിംഗ് ആണ്. അതിൽ പല റിസെപ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ പല സർഫസിലേക്ക് ഒട്ടി നിൽക്കാൻ അഡ്ഹസീവ് പ്രോപ്പർട്ടി ഉണ്ട്. അതിനോടൊപ്പം തന്നെ പല എന്താ പറയാ ആന്റിബയോട്ടിക്സ് അതുപോലെ കെമിക്കൽസിനോട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ലെയർ ആണ് ഗ്ലൈക്കോകാലിക്സ്. ക്യാപ്സ്യൂൾ ലെയർ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ, ക്യാപ്സ്യൂൾ. ഈ ക്യാപ്സ്യൂൾ ലെയർ എന്ന് പറയുന്നത് ഈ ഗ്ലൈക്കോകാലിക്സിന്റെ ഒരു ടൈപ്പ് ആണ് ഈ പറയുന്ന ക്യാപ്സ്യൂൾ ലെയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പോണന്റ് ആണ് ബാക്ടീരിയൽ സെല്ലിന്റെ ക്രോമസോം അല്ലെങ്കിൽ ന്യൂക്ലിയോയിഡ് എന്ന് പറയും. നമ്മുടെ ഒരു ജനറൽ ഹ്യൂമൻ അല്ലെങ്കിൽ ഒരു യൂക്കാരിയോട്ടിക് ക്രോമസോം പോലെ അല്ല, ഒരു അൺഡെവലപ്ഡ് കണ്ടീഷൻ ആണ് ഇവിടെ ഉള്ളത്. ജസ്റ്റ് DNA മോളിക്യൂൾസ് മാത്രമായിട്ട് കാണുന്ന ഒരു സ്ട്രക്ചർ ആണ്. പിന്നെയുള്ളത് പൈലിയസ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ്. അതൊരു ട്യൂബുലാർ എലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. നമ്മുടെ കോൺജുഗേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് പൈലിയസ് എന്ന് പറയുന്നത്. നൗ നെക്സ്റ്റ് ഇസ് മീസോസോംസ്. മീസോസോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയൽ സെൽസിൽ സെൽ വോളിന്റെ അകത്ത് സെൽ മെംബ്രെയിൻ പ്രസന്റ് ആണ്. ഈ സെൽ മെംബ്രെയിൻ ലെയർ ചില സമയത്ത് അകത്തേക്ക് ഇൻവാജിനേറ്റ് ചെയ്യും, അതായത് അകത്തേക്ക് ഗ്രോ ചെയ്യും. അങ്ങനെയുള്ള കണ്ടീഷൻ ആണ് മീസോസോം എന്ന് പറയുന്നത്. നമ്മുടെ മൈറ്റോകോൺട്രിയയിലുള്ള അകത്ത് ഉള്ള സ്ട്രക്ചർ പോലെയാണ് ഈ മീസോസോമിന് ഉള്ളത്. ഇനി ഫ്ലജെല്ല. ഫ്ലജെല്ല ബേസിക്കലി മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും അറിയാം, ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ആണ്. ദാറ്റ് ഇസ് ബേസിക്കലി ഫോർ ദി മൂവ്മെന്റ് ഓഫ് ബാക്ടീരിയ. ഇനി ഫിംബ്രിയ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്, വളരെ മൈന്യൂട്ട് ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. അതും ഈ പറയുന്ന സെൽ സെൽ അഡ്ഹഷന് വേണ്ടിയിട്ടും കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടൊക്കെയാണ്. പിന്നെ സർട്ടൻ ഫുഡ് ഗ്രാന്യൂൾസ് ഉണ്ട് സ്റ്റോറേജിന് വേണ്ടിയിട്ട്. അതിനെയാണ് ഇൻക്ലൂഷൻസ് ഓർ ഗ്രാന്യൂൾസ് എന്ന് പറയുന്നത്. ഇപ്പൊ ബാക്ടീരിയയുടെ ഫുഡൊക്കെ അതിനകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി സെൽ വോൾ. സെൽ വോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ഗ്ലൈക്കോകാലിക്സിന്റെ ഉള്ളിൽ വരുന്ന ഒരു ലെയർ ആണ് സെൽ വോൾ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് എ സെമി റിജിഡ് സ്ട്രക്ചർ, ബേസിക്കലി സപ്പോർട്ടിംഗ് ഫംഗ്ഷൻ ആണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് സെൽ മെംബ്രെയിൻ. ഉള്ളിലേക്കുള്ളത് സെൽ മെംബ്രെയിൻ ആണ്. അതും ബേസിക്കലി നമ്മുടെ സൈറ്റോപ്ലാസത്തിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ലെയർ ആണ്. ഇനി റൈബോസോംസ് പ്രസന്റ് ആണ്, ദാറ്റ് ഇസ് ഫ്രീലി ഫ്ലോട്ടിംഗ് ഇൻ ദ സൈറ്റോപ്ലാസം. അങ്ങനെയുള്ള റൈബോസോമും പ്രസന്റ് ആണ്. നൗ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ഫ്ലജെല്ലയാണ്. ഫ്ലജെല്ലയുടെ സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഫ്ലജെല്ല സ്ട്രക്ചർ നമ്മൾ പറയുവാണെങ്കിൽ ബേസിൽ ബോഡി, ഹുക്ക് ആൻഡ് ഫിലമെന്റ് ആണ് ബേസിക് സ്ട്രക്ചർ ഓഫ് നമ്മുടെ ഫ്ലജെല്ല എന്ന് പറയുന്നത്. ബേസിൽ ബോഡി എന്ന് പറയാൻ നേരത്ത് ഈ ഒരു പോർഷൻ ആണ് ബേസിൽ ബോഡി ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ കൺസിഡർ ചെയ്യാൻ നേരത്ത് ബേസിൽ ബോഡിയിൽ ഒരു മോട്ടർ
പോലത്തെ ഒരു ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ റൊട്ടേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഇവിടെ സെവറൽ റിംഗ്സ് പ്രസന്റ് ആണ്. വി ഹാവ് എ എൽ റിംഗ്, പി റിംഗ് ആൻഡ് എസ് എം റിംഗ്. അപ്പൊ എൽ റിംഗ് എന്ന് പറയാൻ നേരത്ത് നമ്മുടെ ബാക്ടീരിയയുടെ ഔട്ടർ മെംബ്രെയിൻ ആയിട്ടാണ് അസോസിയേറ്റ് ചെയ്ത് വരുന്നത്. അതുപോലെ പി റിംഗ് എന്ന് പറയുന്നത് പെപ്റ്റിഡോ ഗ്ലൈക്കൻ ലെയർ ആയിട്ടാണ് അസോസിയേറ്റ് ചെയ്ത് വരുന്നത്. പിന്നെയുള്ളത് എസ് എം എന്ന് പറയുന്ന റിംഗ് ആണ്. അത് സെൽ മെംബ്രെയിനിലാണ് അറ്റാച്ച്മെന്റ് കാണിക്കുന്നത്. ഇതാണ് ബേസൽ ബോഡിയുടെ 3 പാർട്ട്. ഇനി നമ്മൾ അടുത്തത് എന്ന് പറയുന്നത് ഹുക്ക് എന്ന് പറയുന്ന ഒരു പോർഷൻ ആണ്. ഹുക്ക് പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫ്ലജല്ലയുടെ ഫിലമെന്റിനെയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ബേസൽ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്തുകൊണ്ട് വരുന്ന ഒരു സ്ട്രക്ചർ ആണ് ഹുക്ക് എന്ന് പറയുന്നത്. ആൻഡ് വി ഹാവ് ദി ഫിലമെന്റ്. ഫിലമെന്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി തിൻ ഫിലമെന്റ് സ്ട്രക്ചർ ആണ് മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻ. അപ്പോൾ ഇതിന്റെ ഈ പറയുന്ന ബേസൽ ബോഡിയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. റൊട്ടേഷൻ കാരണം ഫ്ലജല്ല മൂവ് ചെയ്യും ആൻഡ് ദാറ്റ് മേക്സ് ദി ബാക്ടീരിയ ടു മൂവ്. ഇനി നമ്മൾ ഈ പറഞ്ഞ സ്ട്രക്ചർ ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ സ്ട്രക്ചർ ആണ്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയനെ എടുത്തു കഴിഞ്ഞാൽ അവിടെ എൽ റിംഗ് ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, എൽ റിംഗ് ഇസ് ആബ്സെന്റ് ബിക്കോസ് ഈ പറയുന്ന ഔട്ടർ മെമ്പറൈൻ ആബ്സെന്റ് ആയതുകൊണ്ടിട്ടാണ്. ഇനി ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയാൻ നേരത്തെ ബേസിക് ടൈപ്പ് ഓഫ് ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ദാറ്റ് വി ഹാവ് ദി കോക്കൈ അല്ലെങ്കിൽ കോക്കസ്. അപ്പം സിംഗിൾ ആയിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ ദാറ്റ് ഇസ് കോക്കസ്. 2 കോക്കസ് സെൽസ് അറ്റാച്ച് ചെയ്ത് വരുന്നതിന് ഡിപ്ലോകോക്കസ് എന്ന് പറയും. അതുപോലെ തന്നെ ലാർജ് ബഞ്ച് ഓഫ് ഗ്രേപ്പ് പോലെയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ദാറ്റ് ഇസ് സ്റ്റഫൈലോകോക്കസ്. ബീഡ്സ്, നമ്മുടെ മാല പോലെ ബീഡ്സ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതിന് സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയും. പിന്നെ ബഞ്ച് ഓഫ് 8 ആയിട്ടാണ് ഒരു ക്യൂബ് പോലെയാണ് കാണുന്നതെങ്കിൽ അതിനെ സാർസീന എന്ന് പറയും. അതുപോലെ 4 ഈ കോക്കസ് സെൽസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വരുന്നതിനെയാണ് ടെട്രാഡ് കോക്കസ് എന്ന് പറയുന്നത്. അതാണ് സ്പെറിക്കൽ സെൽസ്. ഇനി അടുത്തത് നമ്മൾ റോഡ് ഷേപ്പിലെ സെൽസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ദേ ആർ നോൺ ആസ് ബാസിലൈ. അപ്പൊ നമുക്ക് ഒരു ഓവൽ ഷേപ്പ് കോക്കസ് ആണോ എന്ന് ചോദിച്ചാൽ കോക്കസ് അല്ല. റോഡ് ഷേപ്ഡ് ബാസിലസ് ആണോ എന്ന് ചോദിച്ചാൽ ബാസിലസും അല്ല. അങ്ങനത്തെ ഉള്ള സെല്ലുകളെയാണ് കൊക്കോ ബാസിലസ് എന്ന് പറയുന്നത്. പിന്നെ റോഡ് ഷേപ്പിലെ ബാസിലസ് ഉണ്ട്. ഡിപ്ലോ ബാസിലസ് എന്ന് പറഞ്ഞാൽ 2 ബാസിലസ് സെൽസ് ആൻഡ് ഒരു മാല പോലെ ചെയിൻ പോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ സ്ട്രെപ്റ്റോ ബാസിലസ് എന്ന് പറയും. നമ്മുടെ ഈ വേലിയൊക്കെ കെട്ടത്തില്ലേ, ഫെൻസ്, അതുപോലെ ഇങ്ങനെ ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് വരുന്നതിനെയാണ് പാലിസൈഡ് ടൈപ്പ് ഓഫ് ബാസിലസ് എന്ന് പറയുന്നത്. ഇനി അതല്ലാണ്ട് വി ഹാവ് എ ക്ലബ് റോഡ്, വിബ്രിയോ ഷേപ്പ്, സ്പൈറല്ലം, ഹെലിക്കൽ ഫോം, സ്പൈറോക്കീറ്റ്സ്, ഫിലമെന്റസ് ടൈപ്പ് ഒക്കെ ഉണ്ട്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബാക്ടീരിയാസ്. ഇനി നമ്മൾ ഫ്ലജല്ല ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ ഫ്ലജല്ല ആബ്സെന്റ് ആണെങ്കിൽ ദേ ആർ നോൺ ആസ് അട്രൈക്കസ്. സിംഗിൾ ഫ്ലജല്ല അറ്റ് എനി വൺ പോളിലാണെങ്കിൽ അതിനെ മോണോട്രൈക്കസ് എന്ന് പറയും. ലോഫോട്രൈക്കസ് എന്ന് പറഞ്ഞാൽ ബഞ്ച് ഓഫ് ഫ്ലജല്ല അറ്റ് 1 പോൾ. ആംഫിട്രൈക്കസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫ്ലജല്ല അറ്റ് ബോത്ത് ദി സൈഡ്സ്. ആംഫി ലോഫോട്രൈക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഞ്ച് ഓഫ് ഫ്ലജല്ല അറ്റ് ബോത്ത് ദി എൻഡ്. ആൻഡ് ബാക്ടീരിയയുടെ ചുറ്റിനും ഈ പറയുന്ന ഫ്ലജല്ല ഉണ്ടെങ്കിൽ ദേ ആർ നോൺ ആസ് പെരിട്രൈക്കസ്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ ടെമ്പറേച്ചർ റേഞ്ച് ആണ്. ഇനി ആദ്യം നമ്മൾ സൈക്രോഫൈൽസ് ആണ്, അതായത് കോൾഡർ ടെമ്പറേച്ചറിൽ കാണുന്നവരാണ്. ദെയർ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 10 to 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. മീസോഫൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീസോഫൈൽ നോർമൽ ടെമ്പറേച്ചർ ആണ്, നമ്മുടെ നോർമൽ റൂം ടെമ്പറേച്ചറിൽ കാണുന്നത്. ദാറ്റ് ഇസ് 25 to 40 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. തെർമോഫൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ലവിങ് ആണ്, കുറച്ച് ചൂടൊക്കെ വേണം, അതായത് 50 to 80 സെൽഷ്യസ് ആണ്. ഇനി ഹൈപ്പർ തെർമോഫൈൽസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഹോട്ട് കണ്ടീഷൻ ആണ്, ദാറ്റ് ഇസ് എബവ് 80 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി നമ്മൾ പറയുന്നത് different type of bacterial based on their oxygen requirement. So, one second. Okay. The first thing is obligate or aerobes. Aerobes എന്ന് പറഞ്ഞാൽ എന്താണ്? They require oxygen. O എന്ന് പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുക, O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ only എന്ന് ഓർത്താൽ മതി. That is only aerobes, അതായത് only oxygen ഉണ്ടെങ്കിൽ മാത്രം. Oxygen is required, very much required for their survival. അങ്ങനെയുള്ള കണ്ടീഷനെയാണ് ഒബ്ലിഗേറ്റ് എയറോബ്സ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് സ്യൂഡോമോണാസ്. ഇനി ഫാക്കൽറ്റേറ്റീവ് എയറോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഓക്സിജനിൽ സർവൈവ് ചെയ്യും, ബട്ട് അവര് കൂടുതലും ഓക്സിജൻ ഇല്ലാണ്ട് സർവൈവ് ചെയ്യുന്നവരാണ്. എക്സാമ്പിൾ ആണ് ഇക്കോളൈ ആൻഡ് സ്റ്റെഫൈലോകോക്കസ്. ഒബ്ലിഗേറ്റ്
anaerobes, obligate എന്ന് പറഞ്ഞാൽ only in no oxygen condition. അതായത് ഇവ സർവൈവ് ചെയ്യുന്നത് ഓക്സിജൻ ഇല്ലാത്തൊരു കണ്ടീഷനിലാണെങ്കിൽ they are known as obligate anaerobes. എക്സാമ്പിൾ ക്ലോസ്ട്രീഡിയം ആണ്. എയറോ ടോളറന്റ് anaerobes ഉണ്ട്. എയറോ ടോളറന്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ അവർ യൂസ് ചെയ്യില്ല, ബട്ട് ഇൻ കേസ് ഓക്സിജൻ ഉണ്ടെങ്കിലും അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ കണ്ടീഷൻ ആണ് എയറോ ടോളറന്റ് anaerobes എന്ന് പറയുന്നത്. ലാക്ടോബാസിലസ് ആണ് എക്സാമ്പിൾ. ഇനി മൈക്രോ എയറോഫൈൽസ് ഉണ്ട്, അതായത് വളരെ സ്മോൾ എമൗണ്ട് ഓഫ് ഓക്സിജൻ ആണ് അവർക്ക് വേണ്ടത്. അങ്ങനെയുള്ള കണ്ടീഷനുള്ള ബാക്ടീരിയനെയാണ് മൈക്രോ എയറോഫൈൽസ് എന്ന് പറയുന്നത്. കാംഫിലോബാക്ടർ ആണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇനി അടുത്തത് pH ബേസ്ഡ്. അസിഡോഫൈൽസ് അസിഡിക് pHൽ സർവൈവ് ചെയ്യുന്നവരാണ്. ആൽക്കലിഫൈൽസ് ആൽക്കലൈൻ കണ്ടീഷനിൽ സർവൈവ് ചെയ്യുന്നത്. ന്യൂട്രോഫൈൽസ് എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ pHൽ സർവൈവ് ചെയ്യുന്നവരാണ്. നൗ ഇനി ബാക്ടീരിയൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ ബേസ് പറയുന്നത് ഗ്രാം സ്റ്റെയിനിങ് വെച്ചിട്ടാണ്. ഗ്രാം സ്റ്റെയിനിങ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഗ്രാം പോസിറ്റീവ് ആണോ ഗ്രാം നെഗറ്റീവ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ളൊരു സ്റ്റെയിനിങ് പ്രോസസ് ആണ് ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാം സ്റ്റെയിനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെയിനിന്റെ ഓർഡർ പഠിച്ചു വെക്കുക. ആദ്യം ക്രിസ്റ്റൽ വയലറ്റ്, അതിനുശേഷം ഗ്രാംസ് അയോഡിൻ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ആഫ്റ്റർ ദാറ്റ് വി യൂസ് ആ ഡീസ്റ്റെയിനിങ് ഏജന്റ്, ആൽക്കഹോൾ ആയിരിക്കും ഡീസ്റ്റെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. കൗണ്ടർ സ്റ്റെയിൻ ചെയ്യുന്നത് സാഫ്രണിൻ വെച്ചിട്ടാണ്. ഇനി ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ബ്ലൂ കളറിലും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ റെഡ് കളറിലും ആയിരിക്കും സ്റ്റെയിൻഡ് ആവുന്നത്. നമുക്ക് ഈ പറയുന്ന സ്റ്റെയിനിങ് എന്ത് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്? പെപ്റ്റിഡോഗ്ലൈക്കൻ സെൽ വാൾ ലെയർ വെച്ചിട്ടാണ് പറയുന്നത്. അത് നമ്മൾ ടു ഗ്രൂപ്പ്സ്, അതായത് മച്ച് ലാർജർ പെപ്റ്റിഡോഗ്ലൈക്കൻ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിലാണ് കാണുന്നത്. അപ്പൊ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ബാസിലസ് ആൻഡ് ക്ലോസ്ട്രീഡിയം ആണ്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഈക്കോളൈ ആൻഡ് സാൽമോണെല്ല. ഓക്കെ, നമുക്ക് ഇവിടെ പടം തന്നിട്ടുണ്ട്. പിക്ചറിൽ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ ലെസർ എമൗണ്ട് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ് പ്രസന്റ് ആയിട്ട് വരുന്നത്. ഇനി പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് N-അസിറ്റൈൽ ഗ്ലൂക്കോസമീനും N-അസിറ്റൈൽ മ്യൂറാമിക് ആസിഡും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ ഒരു പോളിമർ ആണ് ഈ പറയുന്ന നമ്മുടെ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പോളിമർ ഈ പറയുന്ന N-അസിറ്റൈൽ ഗ്ലൂക്കോസമീനെയും N-അസിറ്റൈൽ മ്യൂറാമിക് ആസിഡിനെയും ജോയിൻ ചെയ്തുകൊണ്ട് ഗ്രൂപ്പ് ഓഫ് അമിനോ ആസിഡ്സ് പ്രസന്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കാണാം L-അലാനിൻ, പിന്നെ നമുക്ക് ബേസിക് ആയിട്ടും ഗ്ലൂട്ടാമേറ്റ് വരുന്നുണ്ട്, പിന്നെ അലാനിൻ ഗ്രൂപ്പ് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വരുന്നതാണ് നമ്മുടെ ഡൈ അമിനോ പീമെലിക് ആസിഡ്, അതാണ് LDAP എന്ന് പറയുന്നത്. ഡൈ അമിനോ പീമെലിക് ആസിഡ് അല്ലെങ്കിൽ ഗ്ലൂട്ടാമേറ്റ് അല്ലെങ്കിൽ ഗ്ലൂട്ടാമിൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഹിയർ വി ഹാവ് ദി N-അസിറ്റൈൽ ഗ്ലൈക്കോസമീനും N-അസിറ്റൈൽ മ്യൂറാമിക് ആസിഡും ഉണ്ട്. ഈ മ്യൂറാമിക് ആസിഡിലാണ് ഈ പറയുന്ന അലാനിൻ, ഗ്ലൂട്ടാമിൻ, പിന്നെ ചിലപ്പോൾ ഗ്ലൂട്ടാമിൻ ആയിരിക്കാം, അല്ലെങ്കിൽ അതിന് പകരം നമുക്ക് ഈ വരുന്ന മീസോ ഡൈ അമിനോ പീമെലിക് ആസിഡ് ആകാം. അതിനുശേഷം അഗൈൻ ഡി അലാനിൻ വരുന്നുണ്ട്. ഈ പറയുന്ന ഡി അലാനിനും അഡ്ജസന്റ് ആയിട്ടുള്ള ഒരു N-അസിറ്റൈൽ മ്യൂറാമിക് ആസിഡിന്റെ ഡൈ അമിനോ പീമെലിക് ആസിഡും തമ്മിലാണ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇവിടെ സ്ട്രെയിറ്റ് കാണുന്ന അലാനിനും അതുപോലെ തന്നെ ഇവിടെ നിന്ന് വരുന്ന LDAPയും വെച്ചിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവിടെ പോളിമറൈസേഷൻ നടക്കുന്നത്. പോളിമറൈസേഷൻ നടന്നുകൊണ്ട് ഒരു ക്രോസ് ലിങ്ക് ഫോം ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് ദി പെന്റാഗ്ലൈസീൻ ക്രോസ് ലിങ്ക്. ഇനി നമ്മുടെ പെൻസിലിൻ എന്ന് പറയുന്ന ഒരു ആന്റിബയോട്ടിക് ഉണ്ട്. ആ ആന്റിബയോട്ടിക് ബേസിക്കലി ആക്ട് ചെയ്യുന്നത് നമ്മുടെ ഈ പറയുന്ന പെന്റാഗ്ലൈസീൻ ക്രോസ് ബ്രിഡ്ജ് ബ്രേക്ക് ചെയ്തുകൊണ്ടിട്ടാണ്. ഇനി ബാക്ടീരിയൽ ഗ്രോത്ത് ആണ് അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബാക്ടീരിയൽ ഗ്രോത്ത് നമ്മൾ പറയാൻ നേരത്ത് ഇനീഷ്യലി വി ഹാവ് വളരെ സ്മോൾ എമൗണ്ട് ഓഫ് ബാക്ടീരിയൽ സെൽസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ഒരു ബാക്ടീരിയനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ കൾച്ചർ മീഡിയയിൽ ഇട്ട് ഗ്രോ ചെയ്യുവാണ്. അപ്പം നമ്മൾ ഫ്യൂ നമ്പർ ഓഫ് ബാക്ടീരിയൽ സെൽസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ തുടക്കത്തിൽ ഇവരെന്താ കുറച്ച് നമ്പറിലേ ഉള്ളൂ. ഗ്രാജുവലി ഇവർ ആ ന്യൂട്രിയൻസ് ഒക്കെ കഴിച്ച് പതുക്കെ ഗ്രോ ചെയ്യാൻ തുടങ്ങും.
അങ്ങനെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫേസ് ആണ് ലാഗ് ഫേസ് എന്ന് പറയുന്നത്. ലാഗ് ഫേസിന് ശേഷം ഗ്രാജുവലി ദേ സ്റ്റാർട്ട് ടു ഗ്രോ. അപ്പം ലാർജ് നമ്പർ ഓഫ് സെൽസ് റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അവരുടെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന ഫേസിനെയാണ് ലോഗ് ഫേസ് എന്ന് പറയുന്നത്. എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ആണ് കാണിക്കുന്നത് വേർ നമ്പർ ഓഫ് സെൽ ഇൻക്രീസസ്, ഡെത്ത് ഇസ് വെരി ലോ. ഇനി പതിയെ പതിയെ അത്യാവശ്യം നമ്പർ ഓഫ് ബാക്ടീരിയൽ സെൽസ് ഇതിനകത്തായി. ന്യൂട്രിയൻസ് ഇവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അവിടെ ന്യൂട്രിയൻസിന്റെ ഡിപ്ലീഷനും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വാട്ട് ഹാപ്പൻസ് ഇസ് ഗ്രാജുവലി ഡെത്ത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോ ഇവിടെ സ്റ്റേഷനറി ഫേസ് എത്തും വേർ ഡെത്ത്, നമ്പർ ഓഫ് ഡെത്ത് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് ബർത്ത്. അപ്പം എത്രത്തോളം ബാക്ടീരിയകൾ റീപ്രൊഡ്യൂസ് ചെയ്തുണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ ഡെത്തും സംഭവിക്കുന്നുണ്ട് ഡ്യൂ ടു ഡിപ്ലീഷൻ ഓഫ് ന്യൂട്രിയൻസ്. അവിടെ കോമ്പറ്റീഷൻ ഒക്കെ വരുന്നതുകൊണ്ടിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രോസസ്സ് വരുന്നത്. ഇനി ന്യൂട്രിയൻസ് ഒക്കെ കംപ്ലീറ്റ്ലി ഡിപ്ലീറ്റ് ആകാൻ പോകുന്ന ഒരു സ്റ്റേജ് ആണെങ്കിൽ നമ്പർ ഓഫ് ബാക്ടീരിയൽ സെൽസ് കുറഞ്ഞുകൊണ്ടിരിക്കും ഡ്യൂ ടു ഡെത്ത്. ഇതാണ് ബേസിക് ആയിട്ട് നമ്മുടെ ഗ്രോത്ത് കർവ് ഓഫ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്പർ ഓഫ് ബാക്ടീരിയൽ സെൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർമുലയാണ് ഫൈനൽ നമ്പർ ഓഫ് ബാക്ടീരിയൽ സെൽ. അപ്പൊ നമുക്ക് n തന്നിട്ടുണ്ട്. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ദി ഫൈനൽ നമ്പർ ഓഫ് ബാക്ടീരിയൽ സെൽ. നമുക്കത് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രോബ്ലം ആണ് n is equal to n0 into 2 raised to n. n0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ നമ്പർ ഓഫ് സെൽ ആണ്. ഇനീഷ്യൽ നമ്പർ ഓഫ് ബാക്ടീരിയൽ സെൽ, അതായത് ബാക്ടീരിയ തുടക്കത്തിൽ എത്ര നമ്പറിലുണ്ട്, ആ മീഡിയത്തിൽ എത്ര നമ്പറിലുണ്ട് എന്നുള്ളതാണ് ഇനീഷ്യൽ നമ്പർ ഓഫ് സെൽ എന്ന് പറയുന്നത്. ആൻഡ് ഈ സ്മോൾ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ജനറേഷൻ ടൈം ആണ്. ജനറേഷൻ ടൈം. അപ്പൊ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈനൽ നമ്പർ ഓഫ് സെൽ എത്രയാണെന്നാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു കണ്ടീഷൻ നോക്കാം. ഇനീഷ്യൽ നമ്പർ ഓഫ് സെൽ എന്ന് പറയുന്നത് 1 ആണ്. ഒരു സിംഗിൾ ബാക്ടീരിയൽ സെല്ലേ ഉള്ളൂ. ആൻഡ് ജനറേഷൻ ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 മിനിറ്റ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഫൈനൽ നമ്പർ ഓഫ് സെൽ അറ്റ് 1 അവർ. 1 അവറിന് ശേഷം എത്ര നമ്പർ ഓഫ് ബാക്ടീരിയൽ സെൽസ് ഉണ്ടാകുമെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആദ്യം ഒരു സിംഗിൾ ബാക്ടീരിയൽ സെല്ല് 2 ആകാൻ വേണ്ടിയിട്ട് വേണ്ട ടൈം എന്ന് പറയുന്നത് 30 മിനിറ്റ്സ് ആണ്. ഇനി 2 ആയി. ഈ 2 ബാക്ടീരിയൽ സെൽസ് അടുത്ത 30 മിനിറ്റ്സിൽ 4 in numbers ആവും. 1 2 3 4. ഓക്കെ, അപ്പൊ 1 അവർ ആയില്ലേ? 30 + 30 1 അവർ ആയി. 1 അവറിൽ എത്ര സെൽസ് ഉണ്ട്? 4 സെൽസ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഈ ഫോർമുല വെച്ച് നമുക്ക് ഇത് തന്നെ ചെയ്യാം. n0 എന്ന് പറഞ്ഞാൽ 1 into 2 raised to n. n എന്ന് പറയാൻ നേരത്ത് 2 ജനറേഷൻ ആണ് ഇവിടെ വന്നത്. ഇത് ഫസ്റ്റ് ജനറേഷൻ, ഇത് സെക്കൻഡ് ജനറേഷൻ. So we have the second generation. അപ്പോൾ that will be 2 raised to 2, that is 4. 4 ആണ് ആൻസർ വരുന്നത്. ഇത് നമ്മളൊരു ജസ്റ്റ് വളരെ സ്മോൾ എമൗണ്ടിലാണ് ചെയ്തത്. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 100 ബാക്ടീരിയൽ സെല്ലാണ് n0 ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ചിലപ്പം ഒരു 2 അവേഴ്സിൽ എത്ര നമ്പർ ഓഫ് സെൽസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 അവേഴ്സ് വരാൻ നേരത്ത്, അതുപോലെ തന്നെ ജനറേഷൻ ടൈം 30 മിനിറ്റ്സ്, അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ആണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് n കണ്ടുപിടിക്കണം എന്നാണെങ്കിൽ ഇനീഷ്യൽ നമ്പർ 100, 2 into 30 മിനിറ്റ്സ് ആണെങ്കിൽ 2 അവേഴ്സിൽ 4 ജനറേഷൻസ് ആണ് അവിടെ കഴിയുന്നത്. അപ്പോ 1600 ബാക്ടീരിയൽ സെൽസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ നോർമലി n വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. n കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നമുക്ക് n തന്നു, 16,000 തന്നിട്ടുണ്ട്. ഇനീഷ്യൽ നമ്പർ ഓഫ് സെല്ല് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇൻ 4 ജനറേഷൻ ആണെങ്കിൽ നമുക്ക് അതും കണ്ടുപിടിക്കാം. സോ ബേസിക് ആയിട്ട് നമ്പർ ഓഫ് ബാക്ടീരിയൽ സെൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് n is equal to n0 into 2 raised to n. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. സോ ഇത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ബാക്ടീരിയ എന്ന് പറയുന്ന പോർഷനിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യുക. അതിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഫോർമുല ബേസ്ഡ് പ്രോബ്ലംസും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഇപ്പം ഞാൻ ജസ്റ്റ് നമ്മുടെ അക്കാഡമീനെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. കുറെ പേർക്ക് ഫെമിലിയർ ആയിരിക്കും, ബട്ട് സ്റ്റിൽ ജസ്റ്റ് പറയുവാണ്. നമ്മുടെ ടോസ് അക്കാഡമി അത്യാവശ്യം
ഫേമസ് ആയിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്, ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. ആൻഡ് പല ഓൺലൈൻ മീഡിയാസിലൂടെ യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും അതുപോലെ വാട്സാപ്പ് ആയാലും അതിലൂടെ ഫേമസ് ആയിട്ട് നിങ്ങളിൽ എത്തിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ഈ പറയുന്ന ടോസ് അക്കാഡമി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് KTET, CTET, സെറ്റ്, നെറ്റ്, HSA, HSST, LP-UP എക്സാംസും അതുപോലെ തന്നെ സയന്റിഫിക് ഓഫീസർ പോലുള്ള PSC എക്സാംസ് ആണ് നമ്മൾ ബേസിക്കലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഒരു സെക്കൻഡ്. ഓക്കെ, എക്സാം പോലുള്ള എക്സാംസ് ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നൗ യെസ്, ഇനി നമുക്ക് വരാനിരിക്കുന്നത് HSST എക്സാം ആണ്. അതായത് നമ്മുടെ 2025 എൻഡ് ലാസ്റ്റോ അല്ലെങ്കിൽ 2026ന്റെ സ്റ്റാർട്ടിങ് ജാനുവരി ഓർ ഫെബ്രുവരി ടൈമിൽ തന്നെ HSST വിളിക്കാൻ ചാൻസ് ഉണ്ട്. HSSTക്ക് അപ്ലൈ ചെയ്യണം എന്നാണെങ്കിൽ എന്തായാലും കമ്പൽസറി ആയിട്ട് സെറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം. അപ്പോൾ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. വരാനിരിക്കുന്ന HSST എക്സാമിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട് കേട്ടോ. ആൻഡ് നമ്മുടെ അടുത്ത ബാച്ച്, അതായത് ജൂലൈ സെറ്റിനുള്ള ബാച്ച് 7th ഫെബ്രുവരിയിൽ സ്റ്റാർട്ടും ചെയ്യുവാണ്, ന്യൂ ബാച്ച്. ആൻഡ് നമ്മുടെ ടോസ് അക്കാഡമിയുടെ കുറച്ച് വിന്നേഴ്സ് ആണിത്. അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഡെയിലി റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകളാണ്. അതിനോടൊപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയറിംഗ് 1-to-1 ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും ആഡ് ചെയ്യുന്നുണ്ട്, അവൈലബിൾ ആണ്. അതിനോടൊപ്പം സ്റ്റഡി മെറ്റീരിയൽ, എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത് അതിന്റെ സ്റ്റഡി മെറ്റീരിയൽ PDF ഫോർമാറ്റിൽ അസൈൻമെന്റ്സും ഉണ്ട്. എല്ലാ വീക്കും എക്സാംസ് ഉണ്ട്. ഓൺലൈൻ എക്സാം ആണ്, ടോസ് അക്കാഡമിയുടെ ആപ്പിലാണ് എക്സാം അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ മോഡൽ എക്സാംസും റിവിഷൻ ക്ലാസ്സുകളും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈറസിനെ പറ്റിയാണ്. ബാക്ടീരിയ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൈറസിനെ പറ്റിയാണ്. സോ വൈറൽ ക്ലാസിഫിക്കേഷൻ, ബാൽറ്റിമോർ ക്ലാസിഫിക്കേഷൻ ഓഫ് വൈറസ് ആണിത്. ബേസിക്കലി ജനറ്റിക് മെറ്റീരിയൽ DNA ആണോ RNA ആണോ, ആ DNA RNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആണോ ഡബിൾ സ്റ്റാൻഡേർഡ് ആണോ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോ നമുക്ക് ബേസിക് ആയിട്ട് വരുന്നത് ഗ്രൂപ്പ് 1 ഡബിൾ സ്റ്റാൻഡേർഡ് DNA വൈറസ് ആണ്. അതിന്റെ എക്സാമ്പിൾ അഡിനോ വൈറസ്, ഹെർപ്പിസ് വൈറസ് ആണ്. ഇനി ഗ്രൂപ്പ് 2 എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA വൈറസ് ആണ്, അത് പാർവോ വൈറസ് ആണ്. ഇനി ഗ്രൂപ്പ് 3 എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് ആണ്, റിയോ വൈറസ് ആണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. പോസിറ്റീവ് സെൻസ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ്, അതാണ് നമ്മുടെ കൊറോണ വൈറസും കൊറോണ വൈറസും. ഇനി നെഗറ്റീവ് സെൻസ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് ഉണ്ട്, അതിന്റെ എക്സാമ്പിൾ ആണ് ഓർത്തോ മിക്സോ വൈറസ്. ഇനി റാബ്ഡോ വൈറസും ഇതേപോലെ തന്നെയാണ്. റിവേഴ്സ് ട്രാൻസ്ക്രൈബിംഗ് ഡിപ്ലോ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസിന്റെ എക്സാമ്പിൾ ആണ് റിട്രോ വൈറസസും. അതുപോലെ റിവേഴ്സ് ട്രാൻസ്ക്രൈബിംഗ് സർക്കുലർ ഡബിൾ സ്റ്റാൻഡേർഡ് DNA വൈറസ് ആണ് ഹെപ്റ്റന വൈറസ്. അപ്പൊ നമ്മൾ ബേസിക്കലി പറയുവാണെങ്കിൽ ഈ വൈറസുകളുടെ പ്രത്യേകത ഇത് അതിന്റെ DNA RNA ബേസ് ചെയ്തിട്ടാണ്. ഇത് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ തവണയും അതിന്റെ മുന്നത്തെ തവണയൊക്കെ ഈ പറയുന്ന ജനറ്റിക് മെറ്റീരിയൽ ഓഫ് വൈറസ് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വേറെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ലൈറ്റിക് സൈക്കിളും ലൈസോജനിക് സൈക്കിളുമാണ്. അതിനകത്ത് ലൈറ്റിക് സൈക്കിളിന്റെയോ ഈ പറയുന്ന സ്റ്റെപ്സ്, അറ്റാച്ച്മെന്റ്, പെനിട്രേഷൻ, ബയോസിന്തസിസ്, മെച്ചുറേഷൻ, ലൈസിസ്, അതിന്റെ ഓർഡർ പഠിച്ചു വെക്കുക. അത് ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അതുപോലെ വി ഹാവ് ദി ലൈസോജനിക് സൈക്കിൾ ടു. ഇനി നമ്മുടെ വൈറസ് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ആണ്, അതും കൂടെ ഒന്ന് കൺസിഡർ ചെയ്ത് പോവുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈക്കോളജി ആണ്, ദാറ്റ് ഇസ് ആൽഗെ. നമ്മള് ആൽഗയില് നമ്മൾ ജനറൽ ക്യാരക്ടേഴ്സ് ആണ്. നമ്മുടെ യൂണിറ്റ് 1 എന്ന് പറയുമ്പോൾ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്തും സ്ട്രെസ് ചെയ്തും പഠിക്കേണ്ടത് നമ്മുടെ ജനറൽ ക്യാരക്ടേഴ്സ് തന്നെയാണ് അല്ലെ. അപ്പോ ജനറൽ ക്യാരക്ടേഴ്സിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നേരത്ത് ആൽഗയില് ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പിഗ്മെന്റ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പം സയനോഫൈസിയെ എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ബ്ലൂ ഗ്രീൻ ആൽഗെ ആണ്. ആൻഡ് ദേ ഹാവ് ദ important pigments as carotenoids and C-phycocyanin and allophycocyanin. നമ്മൾ പിഗ്മെന്റ് എടുക്കാൻ നേരത്ത് ഏത് ആൽഗൽ കാറ്റഗറി ആയാലും ക്ലോറോഫിൽ A എന്ന് പറയുന്നത്
പ്രൈമറി ഇമ്പോർട്ടന്റ് പിഗ്മെന്റ് ആണ്. എല്ലാ ഗ്രൂപ്പുകളിലും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന ഒരു പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ എ എന്ന് പറയുന്നത്. അതിനോട് അഡീഷണൽ ആയിട്ടാണ് ബാക്കി പിഗ്മെന്റുകൾ വരുന്നത്. അതാണ് സയനോഫൈസിയ ബ്ലൂ ഗ്രീൻ ആൽഗെ. ബ്ലൂ ഗ്രീൻ ആൽഗയിൽ കെരോട്ടിനോയിഡ്സ്, ഫൈക്കോസയാനിൻ ആൻഡ് അല്ലോഫൈക്കോസയാനിൻ ആണ് ഉള്ളത്. ഇനി ക്ലോറോഫൈസിയ. ക്ലോറോഫൈസിയ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ആൽഗെ ആണ്. ഗ്രീൻ ആൽഗയിൽ ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി ആണ് ചീഫ് പിഗ്മെന്റ്സ് ആയിട്ട് വരുന്നത്. ബാസിലേറിയോഫൈസിയ അതായത് ഡയാറ്റംസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ക്ലോറോഫിൽ സി ആണ് ഇമ്പോർട്ടന്റ്. സാന്തോഫൈസിയ യെല്ലോ ഗ്രീൻ ആൽഗെ ആണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്. ബീറ്റ കെരോട്ടിനോയിഡ്സ് ആൻഡ് സാന്തോഫിൽസ് ആർ ദ ചീഫ് ഇമ്പോർട്ടന്റ് പിഗ്മെന്റ്സ്. ഇനി ഫിയോഫൈസിയ ആണ്. ഫിയോഫൈസിയ ആർ ബ്രൗൺ ആൽഗെ. ബ്രൗൺ ആൽഗയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഫ്യൂക്കോസാന്തിൻ ആണ്. റോഡോഫൈസിയയിൽ അതായത് നമ്മുടെ റെഡ് ആൽഗയിൽ ആർ ഫൈക്കോ എറിത്രിൻ ആൻഡ് ആർ ഫൈക്കോസയാനിൻ. അപ്പൊ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പിഗ്മെന്റുകൾ പഠിച്ചു വെക്കുക. ഇനി അടുത്തത് ആൽഗയുടെ റിസർവ്ഡ് ഫുഡ് മെറ്റീരിയൽസ് ആണ്. നമുക്ക് നമ്മുടെ ഗ്രീൻ ആൽഗയിൽ ട്രൂ സ്റ്റാർച്ച് ആണ് റിസർവ്ഡ് ഫുഡ് മെറ്റീരിയൽ. റെഡ് ആൽഗയിൽ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ബ്രൗൺ ആൽഗ എടുത്തു കഴിഞ്ഞാൽ ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ. ഇനി പാരാമൈലോൺ എന്ന് പറയുന്നത് യുഗ്ലിനോയിഡ്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസർവ്ഡ് ഫുഡ് മെറ്റീരിയൽ ആണ്. ഫാറ്റ്, ഓയിൽ ആൻഡ് ല്യൂക്കോസിൻ. ല്യൂക്കോസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസോലാമിനാരിനിൽ അതായത് യെല്ലോ ഗ്രീൻ ആൽഗയിൽ കാണുന്ന ചീഫ് പിഗ്മെന്റ്സ് ആണ്, ചീഫ് റിസർവ്ഡ് ഫുഡ് മെറ്റീരിയൽ ആണ്. ഫാറ്റ്സ് ആൻഡ് വോളിറ്റീൻ എന്ന് പറയുന്നത് ബാസിലേറിയോഫൈസിയയിലാണ് കാണുന്നത്. ഡയാറ്റം, ബാസിലേറിയോഫൈസിന്റെ ഒരു ടൈപ്പ് ആണ് ഡയാറ്റം. ഡയാറ്റത്തിൽ ല്യൂക്കോസിൻസും പ്രസന്റ് ആണ്. ബ്ലൂ ഗ്രീൻ ആൽഗെ കൺസിഡർ ചെയ്യുമ്പോൾ ഫാറ്റ്സ് ആൻഡ് സയനോഫൈസിൻ സ്റ്റാർച്ച് ആണ് ഇമ്പോർട്ടന്റ് റിസർവ്ഡ് ഫുഡ് മെറ്റീരിയൽ. ഇനി നമ്മുടെ റേഞ്ച് ഓഫ് താലസ് സ്ട്രക്ചർ ഇൻ ആൽഗെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ there are many type of thallus found in algae. നമ്മളിവിടെ കൺസിഡർ ചെയ്യുമ്പോൾ ആദ്യത്തത് യൂണിസെല്ലുലാർ ഫോം ആണ്. യൂണിസെല്ലുലാർ ഫോമിൽ മോട്ടൈൽ ഫോംസും ഉണ്ട്, നോൺ മോട്ടൈൽ ഫോംസും ഉണ്ട്. മോട്ടൈൽ ഫോംസ് they have the flagella so they move. നോൺ മോട്ടൈൽ ഫോംസ് they don't have flagella so they do not move. അതാണ് യൂണിസെല്ലുലാർ സിംഗിൾ സെൽഡ് മോട്ടൈൽ ആൻഡ് നോൺ മോട്ടൈൽ ഫോംസ്. ഇനി മൾട്ടി സെല്ലുലാർ കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ വി ഹാവ് ദി നോൺ മോട്ടൈൽ ഫോം. നോൺ മോട്ടൈൽ ഫോമിൽ മൾട്ടി സെൽസ് ഉള്ള കണ്ടീഷൻ ആണ് നോൺ മോട്ടൈൽ ഫോം എന്ന് പറയുന്നത്. എക്സാമ്പിൾ പീഡിയാസ്ട്രം ആണ്. ഇനി മോട്ടൈൽ കൊളോണിയൽ ഫോംസ് ഉണ്ട്. അതിന്റെ എക്സാമ്പിൾ വോൾവോക്സ് ആണ്. ക്ലാമിഡോമോണാസിന്റെ കോളനിയാണ് ബേസിക്കലി നമ്മൾ പറയുന്ന ഈ വോൾവോക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടൈപ്പ് മൾട്ടി സെല്ലുലാർ ടൈപ്പ് ആണ് എമോർഫസ് ടൈപ്പ്. എമോർഫസ് ടൈപ്പ് നമ്മൾ കൺസിഡർ ചെയ്യാൻ നേരത്ത് ദേ ഡു നോട്ട് ഹാവ് എ പെർട്ടിക്കുലർ ഷേപ്പ്. ഒരു നോർമൽ ഷേപ്പ്ലെസ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. ആ അമോർഫസ് സെല്ലിന്റെ ചുറ്റിനും ദേ ഹാവ് എ സ്റ്റിക്കി ജെൽ കോട്ടിംഗ്, ഒരു എന്താ പറയാ മ്യൂസിലേജ് ലെയർ പ്രസന്റ് ആയിരിക്കും. മൈക്രോസിസ്റ്റസ് ആണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അടുത്തത് ഡെൻഡ്രോയിഡ് കോളനിയാണ്. ഡെൻഡ്രോയിഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീ ലൈക്ക് ഫോം ആണ്. ഇവരുടെ സെൽസ് ഇങ്ങനെ ട്രീ ലൈക്ക് അറേഞ്ച്മെന്റിലാണ് വരുന്നത്. അങ്ങനെയുള്ള കണ്ടീഷനെയാണ് വാട്ട് വി കോൾ എസ് എ ഡെൻഡ്രോയിഡ് കോളനി. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ഫിലമെന്റസ് ടൈപ്പ് ആണ്. ഫിലമെന്റസ് ടൈപ്പ് എന്ന് പറയുമ്പോൾ അൺബ്രാഞ്ച്ഡ് ഫിലമെന്റ്സ് ഉണ്ട്. എക്സാമ്പിൾ ഊളോത്രിക്സ്. സിമ്പിൾ ഫിലമെന്റ്സ് ഉണ്ട്. അതായത് സിമ്പിൾ ബ്രാഞ്ച്ഡ് കണ്ടീഷൻ ആണ് നമ്മുടെ ക്ലാഡോഫോറ എക്സാമ്പിൾ. അതുപോലെ സ്യൂഡോ ബ്രാഞ്ച്ഡ് കണ്ടീഷൻ ഉണ്ട്. സ്യൂഡോ ബ്രാഞ്ച്ഡ് കണ്ടീഷൻ എന്ന് പറയാൻ നേരത്ത് നമ്മുടെ ആൽഗെ ഫിലമെന്റസ് ആണ്. എനി ബ്രേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ എന്താ പറയാ ഇഞ്ചുറി ഒക്കെ വരാൻ നേരത്ത് ഈ ആൽഗെ പതുക്കെ ഒന്ന് ബെൻഡ് ചെയ്യും. ഒരു ട്രൂ ബ്രാഞ്ചിങ് അല്ല, ഇറ്റ്സ് സം കൈൻഡ് ഓഫ് ബെൻഡിങ്. അങ്ങനെ നമ്മൾ നോക്കാൻ നേരത്തെ ഒരു ബ്രാഞ്ച് പോലെ തോന്നുമെങ്കിലും ദേ ആർ നോട്ട് ബ്രാഞ്ച്ഡ്. ഇതിന്റെ എക്സാമ്പിൾ ആണ് സൈറ്റോനിമ, അതുപോലെ ലിംഗ്വിയ എന്നൊക്കെ പറയുന്ന ബ്ലൂ ഗ്രീൻ ആൽഗെ. ഇനി അടുത്ത ടൈപ്പ് ആണ് ഹെട്രേഷ്യസ് ഫോം. ഹെട്രേഷ്യസ് ഫോം എന്ന് പറയാൻ നേരത്ത് ഇവിടെ ഇവർക്കൊരു പ്രോസ്ട്രേറ്റ് ആയിട്ടുള്ള ഫോമും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഇറക്റ്റ് ആയിട്ടുള്ള താലസും കാണാം. ഇച്ചിരി ഡെവലപ്ഡ് ആയിട്ടുള്ള താലസ് ആണ് ഹെട്രേഷ്യസ് ഫോം എന്ന് പറയുന്നത്. സൈഫോണേഷ്യസ് ഫോം എന്ന് പറയാൻ നേരത്ത് ഇവരുടെ സീനോസൈറ്റിക് ഫോം എന്നും പറയും. അതായത് ഫിലമെന്റസ് കണ്ടീഷൻ ആണ്, പക്ഷെ ഈ ഫിലമെന്റില് വോൾ ലെയേഴ്സ് ഇല്ലേ, നമ്മുടെ സെൽ വോൾ, ഇങ്ങനെ ഓരോ സെല്ലിനെയും ഡിവൈഡ് ചെയ്തുകൊണ്ട് സെൽ വോൾ വരത്തില്ലേ, അത് ആബ്സെന്റ് ആയിരിക്കും. അപ്പൊ ജസ്റ്റ് ഒരു ഇങ്ങനെ ഒരു ഫിംഗർ ലൈക്ക് ആയിട്ട് കാണുന്ന കണ്ടീഷൻ ആണ് സീനോസൈറ്റിക് ഫോം. സെപ്റ്റ ആബ്സെന്റ് ആണ്.
ഇനി സ്യൂഡോ പാരൻകൈമാറ്റസ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻകൈമ ലൈക്ക് സെൽസ് ആണുള്ളത്. പാരൻകൈമാറ്റസ് സെൽസ് ഉള്ള ആൽഗകളും ഉണ്ട്. അതാണ് പാരൻകൈമാറ്റസ് ഫോം. അൽവയാണ് എക്സാമ്പിൾ. ഇനി ലൈഫ് സൈക്കിൾ ഓഫ് ആൽഗെ, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നൊരു കോൺസെപ്റ്റ് ആണ്. അതിൽ ആദ്യം ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണ് ഇമ്പോർട്ടന്റ്. ഹാപ്ലോണ്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്ലോയിഡ് സ്റ്റേറ്റ് ആയിരിക്കും കൂടുതലായിട്ട് കാണിക്കുന്നത്. ഹാപ്ലോയിഡ് ഫേസ് ആണ് പ്രോമിനന്റ് ആയിട്ട് ഉണ്ടാവുന്നത്. ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിൽ ഡിപ്ലോയിഡ് സ്റ്റേറ്റ് ആയിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ ഡിപ്ലോയിഡ് കണ്ടീഷൻ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. ഇനി ഹാപ്ലോ ഡിപ്ലോണ്ടിക് ഫേസ് ഉണ്ട്, അതായത് ഈക്വൽ എമൗണ്ട് ഓഫ് ഹാപ്ലോയിഡ് ആൻഡ് ഡിപ്ലോയിഡ് കണ്ടീഷൻ. ഹാപ്ലോയിഡ് ആൻഡ് ഡിപ്ലോയിഡ് കണ്ടീഷൻ ഈക്വൽ എമൗണ്ടിൽ കാണുന്നുണ്ടെങ്കിൽ അതാണ് ഹാപ്ലോ ഡിപ്ലോണ്ടിക് അല്ലെങ്കിൽ ഡിപ്ലോ ഹാപ്ലോണ്ടിക് കണ്ടീഷൻ എന്ന് പറയാം. ഇവിടെ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്, ഐസോമോർഫിക് ആൻഡ് ഹെട്രോമോർഫിക് ടൈപ്പ്. ഐസോമോർഫിക് അല്ലെങ്കിൽ ഹോമോലോഗസ് ഡിപ്ലോ ഹാപ്ലോണ്ടിക് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഗാമറ്റോഫൈറ്റിക് ഫേസും സ്പോറോഫൈറ്റിക് ഫേസും സെയിം തന്നെ ആയിരിക്കും. അതായത് മോർഫോളജിയിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല, സെയിം ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ മോർഫോളജിക്കലി ദർ ഇസ് നോ മച്ച് ഡിഫറൻസ് ഇൻ ദർ ഗാമറ്റോഫൈറ്റ് ആൻഡ് സ്പോറോഫൈറ്റ്, അങ്ങനെയുള്ള കണ്ടീഷനെയാണ് ഐസോമോർഫിക് അല്ലെങ്കിൽ ഹോമോലോഗസ് ഡിപ്ലോ ഹാപ്ലോണ്ടിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഹെട്രോമോർഫിക് അല്ലെങ്കിൽ ഹെട്രോലോഗസ് ഡിപ്ലോ ഹാപ്ലോണ്ടിക് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഗാമറ്റോഫൈറ്റിലും സ്പോറോഫൈറ്റും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. സ്പോറോഫൈറ്റ് ഏതാണ്, ഗാമറ്റോഫൈറ്റ് കണ്ടീഷൻ ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ ദേ ആർ നോൺ ആസ് ഹെട്രോലോഗസ് കണ്ടീഷൻ. ലാമിനേറി ആണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് ട്രൈഫേസിക് കണ്ടീഷൻ ആണ്. ട്രൈഫേസിക് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈഫേസിക്കിന്റെ എക്സാമ്പിൾ ആണ്, രണ്ട് ടൈപ്പ് ഉണ്ട്, ഹാപ്ലോ ബയോണ്ടിക് ടൈപ്പും ഡിപ്ലോ ബയോണ്ടിക് ടൈപ്പും. ഹാപ്ലോ ബയോണ്ടിക് ടൈപ്പിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ ഹാപ്ലോയിഡ് കണ്ടീഷൻ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. ട്രൈഫേസിക് ആണ്, അപ്പൊ ഒരു 3 ഫേസ് ലൈക്ക് സംഭവം ഇതിനകത്തുണ്ട്, ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം ഹാപ്ലോ ബയോണ്ടിക് ടൈപ്പ് പറയുമ്പോൾ നമുക്ക് ഗാമറ്റോഫൈറ്റ് ഉണ്ട്. ഗാമറ്റോഫൈറ്റിന് നമുക്ക് ഗാമേറ്റ്സ് ഫോം ചെയ്യും, മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഈ ഗാമേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്ലോയിഡ് കണ്ടീഷൻ ആണ്. എന്നിട്ട് സിൻഗാമി നടക്കും, ദേ ഫ്യൂസ് ടു ഫോം ദി സൈഗോട്ട്. സൈഗോട്ട് എന്ന് പറയുമ്പോൾ അവിടെ 2n കണ്ടീഷൻ ആണ്, n+n വിൽ ബി 2n കണ്ടീഷൻ. ഇനി ഈ സൈഗോട്ടിന് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സൈഗോട്ടിൽ നിന്നും ഫോം ചെയ്യുന്നതാണ്, അഗൈൻ ഇവിടെ ഈ സൈഗോട്ടിന്റെ ഇവിടെ മിയോസിസ് നടക്കും. മിയോസിസ് ഇസ് ആ റിഡക്ഷൻ ഡിവിഷൻ. അപ്പൊ ഫോം ചെയ്യുന്നത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെൽസ് ആണ്. ആ ഫോം ചെയ്യുന്ന സെൽസിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ് കാർപ്പോസ്പോറോഫൈറ്റ്. ഈ കാർപ്പോസ്പോറോഫൈറ്റിൽ നിന്നും കാർപ്പോസ്പോർസ് ഫോം ചെയ്യും. കാർപ്പോസ്പോർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും n എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്, ഹാപ്ലോയിഡ് കണ്ടീഷൻ ആണ്. ഈ കാർപ്പോസ്പോർ പിന്നീട് ജെർമിനേറ്റ് ചെയ്ത് ഫോം ചെയ്യുന്നതാണ് ഗാമറ്റോഫൈറ്റ്. അതായത് ഗാമറ്റോഫൈറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും, എന്നിട്ട് സൈഗോട്ട് ഫോം ചെയ്യും. സൈഗോട്ട് റിഡക്ഷൻ ഡിവിഷൻ നടന്ന് കാർപ്പോസ്പോറോഫൈറ്റ് ആയിട്ട് മാറും. കാർപ്പോസ്പോറോഫൈറ്റിൽ നിന്നും മൈറ്റോട്ടിക് ഡിവിഷൻ വഴി കാർപ്പോസ്പോർസ് ഫോം ചെയ്യും. കാർപ്പോസ്പോർ ജെർമിനേറ്റ് ചെയ്ത് ഗാമറ്റോഫൈറ്റ് ഫോം ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിൽ ഇവിടെ നമുക്കൊരു 3 ഫേസ് ലൈക്ക് ഫോം ഇവിടെ ഉണ്ട്. ഗാമറ്റോഫൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്പോറോഫൈറ്റിന്റെ നമ്മുടെ കാർപ്പോസ്പോറോഫൈറ്റ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ സ്റ്റേറ്റും നമുക്ക് അവിടെ കാണാം. ഇനി അടുത്തത് ഡിപ്ലോ ബയോണ്ടിക് ടൈപ്പ് അല്ലെങ്കിൽ ട്രൈഫേസിക് ടൈപ്പ് ആണ് ഇവിടെ വരുന്നത്. ഡിപ്ലോ ബയോണ്ടിക് ട്രൈഫേസിക് ടൈപ്പ് നമുക്ക് ഇവിടെ മെയിലും ഫീമെയിൽ പ്ലാന്റ് ബോഡി മോസ്റ്റ് കേസസിലും സെപ്പറേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് സെപ്പറേറ്റ് ആയിരിക്കും. മെയിൽ ഗാമറ്റോഫൈറ്റും ഫീമെയിൽ ഗാമറ്റോഫൈറ്റും ഉണ്ട്. ദേ പ്രൊഡ്യൂസ് ദി മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ്. അതും n കണ്ടീഷനിലായിരിക്കും. അത് ഫെർട്ടിലൈസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്യും. സൈഗോട്ട് 2n എന്ന കണ്ടീഷനിലായിരിക്കും. സൈഗോട്ടിൽ പിന്നെ മിയോസിസ് അല്ല നടക്കുന്നത്, സൈഗോട്ട് ജെർമിനേറ്റ് ചെയ്യുന്നത് കാർപ്പോസ്പോറോഫൈറ്റ് ആണ്. കാർപ്പോസ്പോറോഫൈറ്റ് ആയിട്ടാണ് ജെർമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയും 2n കണ്ടീഷൻ ആയിരിക്കും. ഇനി കാർപ്പോസ്പോറോഫൈറ്റിൽ നിന്നും റിഡക്ഷൻ ഡിവിഷൻ, അതായത് മിയോസിസ് നടന്ന് കാർപ്പോസ്പോർസ് ഫോം ചെയ്യും. കാർപ്പോസ്പോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിയോസിസ് നടന്നത് കൊണ്ടിട്ട് ഹാപ്ലോയിഡ് കണ്ടീഷൻ ആയിരിക്കും. ഈ കാർപ്പോസ്പോറിൽ നിന്ന് ഫോം ചെയ്യുന്നത് സംതിങ് നോൺ ആസ് ടെട്രാസ്പോറോഫൈറ്റ് ആണ്.
ടെട്രാസ്പോറോഫൈറ്റ്. ടെട്രാസ്പോറോഫൈറ്റ് പിന്നെ മൈറ്റോസിസ് വഴി ടെട്രാസ്പോർ ഫോം ചെയ്യും. ടെട്രാസ്പോർ ക്യാൻ ബി ഡിഫറെന്റ് ടൈപ്പ്. അതിൽ നിന്നും മെയിൽ ഗാമറ്റോഫൈറ്റും ഫീമെയിൽ ഗാമറ്റോഫൈറ്റും ഫോം ചെയ്യുന്നുണ്ട്. ഇതാണ് ട്രൈഫേസിക് ഡിപ്ലോ ബയോണ്ടിക് ടൈപ്പ് എന്ന് പറയുന്നത്. പോളിസൈഫോണിയാണ് എക്സാമ്പിൾ. വലിയ കാര്യമായിട്ട് അറിയണ്ട, ജസ്റ്റ് എക്സാമ്പിൾ മാത്രം ഓർത്ത് വെക്കുക, എന്നാലും ഓവറോൾ ഐഡിയ മനസ്സിൽ ആക്കി വെക്കുക. ഇനി നമ്മുടെ ആൽഗകളുടെ സർട്ടൻ കോമൺ നെയിമും അതുപോലെ തന്നെ ദിസ് ഇസ് സംതിങ് നോൺ ആസ് ദി ക്ലോറോപ്ലാസ്റ്റ് സ്ട്രക്ചർ. അപ്പോൾ നമ്മുടെ ആൽഗയിൽ കപ്പ് ഷേപ്ഡ് ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത് ക്ലാമിഡോമോണാസിനും വോൾവോക്സിനുമാണ്. ഡിസ്കോയിഡ് ഷേപ്പ് വൗച്ചേരിയയ്ക്കും ക്യാരയ്ക്കുമാണുള്ളത്. ഗേർഡിൽ ഷേപ്പ് എന്ന് പറയുന്നത് യൂളോത്രിക്സിനാണ്. സംതിങ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഷേപ്പാണ് ഗേർഡിൽ ഷേപ്പ്. ഇഡോഗോണിയത്തിന് റെക്ടിക്കുലേറ്റും സ്പൈറൽ റിബൺ ഷേപ്ഡ് സ്പൈറോഗൈറ. സൈഗ്നിമ എന്ന് പറഞ്ഞാൽ സ്റ്റെല്ലേറ്റ് സ്റ്റാർ ഷേപ്ഡ്. മൗഗീഷ്യയ്ക്ക് പ്ലേറ്റ് ലൈക്ക് ക്ലോറോപ്ലാസ്റ്റ് ആണ് ഉള്ളത്. ഇനി ഇവിടെ തന്നിരിക്കുന്നത് കോമൺ നെയിം വിത്ത് ഇറ്റ്സ് സയന്റിഫിക് നെയിം ആണ്. അതായത് ജീനസ് നെയിം തന്നിട്ടുണ്ട്, കോമൺ നെയിമും തന്നിട്ടുണ്ട്. ഇത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അപ്പൊ ഇത് നോക്കി വെക്കുക. ഇനി എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ ആണ് ചോദിക്കുന്നത്. എക്കണോമിക് ഇമ്പോർട്ടൻസിൽ നമുക്ക് പറയാനുള്ളത് പല ഡിഷസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആൽഗകളെ യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ഡിഷ് എന്ന് ഓർത്തിരിക്കുക, അത് ഏത് ആൽഗയാന്ന് നോക്കി പഠിക്കുക. അതുപോലെ തന്നെ പല ഫാർമസ്യൂട്ടിക്കൽ ഇമ്പോർട്ടന്റ് ആയ അയോഡിൻ, ബ്രോമിൻ അങ്ങനത്തെ കുറെ ന്യൂട്രിയന്റ് റിച്ച് ആയിട്ടുള്ള കോമ്പൗണ്ടുകളും ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആൽജിനേറ്റ്, കാരാജിൻ എന്നൊക്കെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ജെല്ലിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അഗാരോസ് ഇസ് ഓൾസോ പ്രിപ്പയർഡ് ഫ്രം അവർ ആൽഗെ. പിന്നെ ഡയറ്റമീഷ്യസ് എർബ്, കേസൽ ഗർ എന്ന് പറയും, നമ്മുടെ ടൂത്ത് പേസ്റ്റിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പോണന്റ് ആണ്. അത് ആൽഗയിൽ നിന്നാണ്, ഡയറ്റത്തിൽ നിന്നാണ് ഐസൊലേറ്റ് ചെയ്യുന്നത്. ഇനി ടോക്സിസിറ്റി. ഇപ്പൊ ചില ആൽഗകൾ നമ്മുടെ വാട്ടർ ബോഡീസിൽ പല ടോക്സിൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജിംനോഡിയം ഉണ്ട്, മൈക്രോസിസ്റ്റിസ് ഉണ്ട്, ഗോണിയോലെക്സ് ഒക്കെ ഉണ്ട്. അതെന്താണ്? സർട്ടൻ കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അക്വാട്ടിക് ലൈഫിനെ ഹാം ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആൽഗകളാണ്. അതുപോലെ തന്നെ അന്നബീനയും മൈക്രോസിസ്റ്റിസ് ഉണ്ട്. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് ട്രബിൾസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പാരസൈറ്റിക് ഫോം എന്ന് പറയുന്നത് സെഫല്യൂറോസിസ് ആണ്. സെഫല്യൂറോസിസ് ഒരു ഗ്രീൻ ആൽഗയാണ്. അത് കോസ് ചെയ്യുന്നത് റെഡ് റസ്റ്റ് ഡിസീസ് ആണ്. നമ്മൾ ഫംഗസിൽ കാണുന്ന റസ്റ്റ് ഡിസീസ് ഇല്ലേ, അതല്ല. ഫംഗസിൽ ബ്ലാക്ക് ആൻഡ് ബ്രൗൺ ആണ്. അത് ബേസിക്കലി നമ്മുടെ പക്സീനിയൊക്കെയാണ് കോസ് ചെയ്യുന്നത്. റെഡ് റസ്റ്റ് ഇൻ ടീ കോസ് ചെയ്യുന്നത് ആൽഗയാണ്. ദാറ്റ് ഇസ് എ ഗ്രീൻ ആൽഗെ, സെഫല്യൂറോസിസ്. ഇനി ആൽഗൽ ബ്ലൂം ഉണ്ട്, എക്സസീവ് ഗ്രോത്ത് ഓഫ് ആൽഗെ ഇൻ വാട്ടർ ബോഡി. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ആൽഗകൾ വളരെയധികം ഗ്രോ ചെയ്ത് അക്വാട്ടിക് ലൈഫിനെ ഹാം ചെയ്യുന്നുണ്ട്. ക്ലാമിഡോമോണസ്, ക്ലോറെല്ല, സ്കെനിഡസ്മസ് ഒക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഹാംഫുൾ ആൽഗൽ ബ്ലൂം ഉണ്ട്. അത് എക്സ്റ്റെൻസീവ് ആയിട്ട് ഗ്രോ ചെയ്ത് ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് പറയുന്ന എൻവയോൺമെന്റിന് തരുന്നത്. അലക്സാൻഡ്രിയം, സ്യൂഡോനിഷ്യല, ഗോണിയോലെക്സ്, മൈക്രോസിസ്റ്റിസ് ഒക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി ആൽഗെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ. നമുക്ക് സമയം കുറവായത് കൊണ്ടിട്ടാണ് ഡിസ്കസ് ചെയ്യാത്തത്. ഇത് നമ്മൾ മൈക്കോളജി ആണ് അടുത്ത ടോപ്പിക്. മൈക്കോളജിയിൽ നമ്മുടെ ഫഞ്ചയുടെ ജനറൽ നെയിമും അതായത് ജീനസ് നെയിമും കോമൺ നെയിമും ആണ് തന്നിട്ടുള്ളത്. അത് റെഫർ ചെയ്ത് പോവുക. ഇനി സർട്ടൻ മൈസീലിയൽ മോഡിഫിക്കേഷൻ ആണ് ഫഞ്ചയിൽ കാണുന്ന മൈസീലിയത്തിന്റെ മോഡിഫിക്കേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് വി ഹാവ് എ പ്രോസെൻകൈമ. പ്രോസെൻകൈമ എന്ന് പറയുമ്പോൾ ലൂസ്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള സെൽസ് ആണ് പ്രോസെൻകൈമ സെൽസ്. സ്യൂഡോ പാരൻകൈമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർവൈൻഡ് സെൽസ് ആണ്. പാരൻകൈമ പോലെ തന്നെ ഇരിക്കും, ബട്ട് സംവാട്ട് സിമിലർ ടു പാരൻകൈമ. പിന്നെ റൈസോമോർഫ്, റൈസോ മീൻസ് റൂട്ട്, റൂട്ട് ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഉള്ളതെങ്കിൽ ദേ ആർ നോൺ ആസ് റൈസോമോർഫ്, തിക്ക് അഗ്രിഗേറ്റ് ഓഫ് റൂട്ട് ലൈക്ക് സ്ട്രക്ചർ. ഇനി സ്ക്ലീറോഷ്യം ഉണ്ട്. സ്ക്ലീറോഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടൻ ഗ്ലോബോസ് ടിഷ്യൂസ് ആണ്. ഗ്ലോബോസ് ടിഷ്യൂസ് അറേഞ്ച് ചെയ്ത് ഒരു തിക്ക് ലെയർ ആയിട്ട് ഫോം ചെയ്യുന്നതിനെയാണ് സ്ക്ലീറോഷ്യം എന്ന് പറയുന്നത്. അപ്രസോറിയം ആണ് അടുത്തത്. അപ്രസോറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടൻ ലോബ് ലൈക്ക് ഹൈഫയാണ്. ഇൻഫെക്ഷന്റെ ടൈമിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ്. ബേസിക്കലി ഒരു സെല്ലിൽ ഇൻഫെക്ട് ചെയ്യാൻ നേരത്തെ അതിന്റെ അകത്ത് പെനിട്രേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണതാണ് അപ്രസോറിയം. ഇനി ഹോസ്റ്റോറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പൊ അതൊരു ഹൈഫയുടെ അകത്ത് കയറിയിട്ട് അതിന്റെ ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്റ്റോറിയം ഉള്ളത്.
സ്ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഷ്യൻ ലൈക്ക് ആയിട്ടുള്ള സ്യൂഡൻ പാരൻകൈമാറ്റ സെല്ലാണ്. സ്നെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിഡേഷ്യസ് ഫഞ്ചൈകളുടെ ഹൈഫൈ ട്രാപ്പിനാണ് പറയുന്നത്. അപ്പൊ അവരുടെ ഹൈഫൈ ഗ്രോ ചെയ്തിട്ട് ഒരു ലൂപ്പ് പോലെ ഫോം ചെയ്യും. അപ്പോ നിമാറ്റോഡ്സും അതേപോലെ അനലിഡ്സും ഈ ലൂപ്പിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഇത് ടൈറ്റ് ആയി ഇതിന് ഈ പറയുന്ന നിമാറ്റോഡ് അതിന്റെ അകത്ത് ട്രാപ്പ് ആകും. എന്നിട്ട് അതിന് ഡൈജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഫഞ്ചൈ കഴിക്കുന്നത്. അതാണ് സ്നെയർ അല്ലെങ്കിൽ ഹൈഫൽ ട്രാപ്സ് എന്ന് പറയുന്നത്. ഇനി ഫംഗൽ ന്യൂട്രീഷൻ ആണ്. സാപ്രോഫൈറ്റിക് മോഡ് ഉണ്ട്. ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസത്തിൽ സർവൈവ് ചെയ്യുന്നവരാണ്. ഇനി അതുപോലെ തന്നെ കോപ്രോഫിലസ് ഫോംസ് ഉണ്ട്. ഡങ്കിൽ സർവൈവ് ചെയ്യുന്ന ഫഞ്ചൈ ആണ്. പാരസൈറ്റിക് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് ഓർഗാനിസത്തിൽ നിന്നും ഫുഡ് ഡിറൈവ് ചെയ്യുന്നത്. ഇനി ഒബ്ലിഗേറ്റ് സാപ്രോഫൈറ്റ്സ് ഉണ്ട്. ഒബ്ലിഗേറ്റ് സാപ്രോഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസത്തിൽ നിന്ന് മാത്രമേ ഫുഡ് കഴിക്കത്തുള്ളൂ. ഒബ്ലിഗേറ്റ് പാരസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് ഹോസ്റ്റിൽ നിന്ന് മാത്രമേ ഫുഡ് ഡിറൈവ് ചെയ്യുള്ളൂ. ഫാക്കൽറ്റേറ്റീവ് സാപ്രോഫൈറ്റ് എന്ന് പറഞ്ഞാൽ അവർ ശരിക്കും പാരസൈറ്റ്സ് ആണ്, എന്നാൽ ഈ പറയുന്ന സാപ്രോഫൈറ്റിക് മോഡിലും സർവൈവ് ചെയ്യാൻ സാധിക്കുന്നവരാണ്. ഫാക്കൽറ്റേറ്റീവ് പാരസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാപ്രോഫൈറ്റ്സ് ആണ് ഒറിജിനലി, പക്ഷേ ഇൻ കേസ് പാരസൈറ്റ് ആയിട്ട് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും സർവൈവ് ചെയ്യാം. പ്രിഡേഷ്യസ് ഫോം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സ്നെയർ അല്ലെങ്കിൽ ഹൈഫൽ ട്രാപ്പ് ഇല്ലേ, അതിലൂടെ സർവൈവ് ചെയ്യുന്ന ഈ പറയുന്ന ഫഞ്ചൈകളെയാണ് പ്രിഡേഷ്യസ് ഫോം എന്ന് പറയുന്നത്. സിംബയോട്ടിക് ഫോം നമുക്കറിയാം, മ്യൂച്വലിസ്റ്റിക് റിലേഷൻഷിപ്പ്. ഇനി ലൈക്കൻ ആണ്. ലൈക്കന്റെ ജസ്റ്റ് സബ്സ്ട്രേറ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്കിവിടെ പറയാനുള്ളത് കോർട്ടിക്കോളസ് ലൈക്കൻ എന്ന് പറഞ്ഞാൽ ട്രീയുടെ ബാർക്കിൽ ഗ്രോ ചെയ്യുന്നത്. ഫോളിക്കോളസ് ലീഫിന്റെ സർഫസ്, സാക്സിക്കോളസ് എന്ന് പറഞ്ഞാൽ റോക്കില്, ടെറിക്കോളസ് സോയിൽ, മ്യൂസിക്കോളസ് മോസസിൽ സർവൈവ് ചെയ്യുന്നവരാണ്. ഇത് ഇവിടെ നമ്മുടെ ലൈക്കന്റെ ജീനസ് നെയിമും അതുപോലെ തന്നെ കോമൺ നെയിമുമാണ്. അതും നോക്കി വെക്കുക. ഇനി സ്പെഷ്യലൈസ്ഡ് താലസ് സ്ട്രക്ചർ ഓഫ് ലൈക്കൻസ് ആണ്. ഇപ്പൊ നമ്മുടെ ബേസിക് ആയിട്ട് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്രീത്തിങ് പോർസ് ആണ്. ബ്രീത്തിങ് പോർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടൻ ലൈക്കന്റെ അപ്പർ കോർട്ടെക്സിൽ കാണുന്ന സർട്ടൻ ഓപ്പണിംഗ് ആണ്. ഗേഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടുള്ളതാണ്. സൈഫെല്ല എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. സൈഫെല്ല എന്ന് പറഞ്ഞാൽ സ്മോൾ ഡിപ്രഷൻ താലസിൽ ഉണ്ടാകും, കുഞ്ഞു കുഴി പോലത്തെ സ്ട്രക്ചർ ഉണ്ടാകും. അതിൽ ഈ വൈറ്റ് സ്പോട്ടുകൾ പ്രസന്റ് ആയിരിക്കും. അതാണ് സൈഫെല്ല എന്ന് പറയുന്നത്. സ്യൂഡോ സൈഫെല്ല എന്ന് പറയാൻ നേരത്ത് നമ്മൾ സെൽ എടുത്ത് ലൈക്കൻ എടുത്തു കഴിഞ്ഞാൽ അവിടെയും സർട്ടൻ കുഞ്ഞു പിറ്റ്സ് ഉണ്ട്. ആ പിറ്റ്സ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് ബേസിക്കലി ഈ പറയുന്ന സ്യൂഡോ സൈഫെല്ല എന്ന് പറയുന്നത്. സെഫലോയിഡിയം എന്ന് പറഞ്ഞാൽ സ്മോൾ വാട്ട് ലൈക്ക് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഗ്രോത്ത് പോലെയുള്ള സർട്ടൻ സ്ട്രക്ചർ ആണ് സെഫലോയിഡിയം എന്ന് പറയുന്നത്. ഇനി ബ്രയോഫൈറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി ഹെപ്പാറ്റിക്കോപ്സിഡ, ആന്തോസെറോടോപ്സിഡ, തരാം. ഈ ക്ലാസ് ആക്ച്വലി ഇതിന്റെ ഇടയിൽ ഇന്റർവ്യൂ ചെയ്തു കേട്ടോ. നോട്ട്സ് നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കുമേ. അപ്പം നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് ഹെപ്പാറ്റിക്കോപ്സിഡയാണ്. ഹെപ്പാറ്റിക്കോപ്സിഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിക്സി ആൻഡ് മാർക്കാൻഷ്യ എക്സാമ്പിൾ ആയിട്ട് വരുന്നുണ്ട്. ആന്തോസെറോടോപ്സിഡ എന്ന് പറയുമ്പോൾ ആന്തോസെറോസ് ആണ് എക്സാമ്പിൾ, ബറയോപ്സിഡയില് ഫ്യൂണേറിയ ആണ്. അപ്പൊ ഇവരുടെ ജനറൽ ക്യാരക്ടേഴ്സും അനാറ്റമിയും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ചിലപ്പം ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി കോമൺ നെയിം വിത്ത് ജീനസ് നെയിം ആണ്, അത് റെഫർ ചെയ്ത് പോവുക. നൗ ടെറിഡോഫൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ടെറിഡോഫൈറ്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് സ്റ്റീലാർ ഡെവലപ്മെന്റ് ആണ്. അത് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. അപ്പൊ നമുക്ക് പ്രോട്ടോസ്റ്റീൽ ഉണ്ട്. പ്രോട്ടോസ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു സെൻട്രൽ കോർ ഓഫ് സൈലം ഉണ്ട്. സൈലത്തിന്റെ ചുറ്റിനും ഫ്ലോയും പ്രസന്റ് ആണ്. ഇവിടെ പിത്ത് ആബ്സെന്റ് ആയിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷൻ ആണ് പ്രോട്ടോസ്റ്റീൽ എന്ന് പറയുന്നത്. പ്രോട്ടോസ്റ്റീലിന്റെ ആദ്യത്തെ ടൈപ്പ് ആണ് ഹാപ്ലോസ്റ്റീൽ. ഹാപ്ലോസ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ പ്രോട്ടോസ്റ്റീൽ കണ്ടീഷൻ ആണ്. ആൻഡ് ആക്ടിനോസ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലം എന്ന് പറയുന്നത് ഒരു റേഡിയേറ്റിംഗ് ആം അല്ലെങ്കിൽ സ്റ്റാർ ലൈക്ക് ആണ്. അങ്ങനെയുള്ള ഒരു കണ്ടീഷനെയാണ് ആക്ടിനോസ്റ്റീൽ എന്ന് പറയുന്നത്. ആൻഡ് ചുറ്റിനും ഫ്ലോയം പ്രസന്റ് ആയിരിക്കും. പ്ലെക്ടോസ്റ്റീലില് സൈലം പ്ലേറ്റ് ലൈക്ക് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ് കാണിക്കുന്നത്. ഇനി മിക്സഡ് പ്രോട്ടോസ്റ്റീൽ ഉണ്ട്. മിക്സഡ് പ്രോട്ടോസ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
സൈലത്തിന് ചുറ്റിനും ഫ്ലോയം. അങ്ങനെ കുറച്ച് ബണ്ടിൽ ലൈക്ക് ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ഈ പറയുന്ന മിക്സഡ് പ്രോട്ടോസ്റ്റീലിനുള്ളത്. ഇതിന്റെയൊക്കെ എക്സാമ്പിൾ നോട്ട് ചെയ്യാം. ഇനി സൈഫണോസ്റ്റീൽ. സൈഫണോസ്റ്റീൽ എന്ന് പറയാൻ നേരത്ത് നടുക്ക് പിത്ത് പ്രസന്റ് ആണെങ്കിൽ ദേ ആർ നോൺ ആസ് സൈഫണോസ്റ്റീൽ. ആൻഡ് പിത്തിന്റെ ചുറ്റിനും സൈലം, സൈലത്തിനെ കവർ ചെയ്തുകൊണ്ട് ഫ്ലോയോം പ്രസന്റ് ആണെങ്കിൽ ദാറ്റ് ഇസ് നോൺ ആസ് a സൈഫണോസ്റ്റീൽ. എക്ടോഫ്ലോയിക് സൈഫണോസ്റ്റീൽ. എക്ടോഫ്ലോയിക് സൈഫണോസ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിത്തിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് സൈലം, സൈലത്തിനെ കവർ ചെയ്തുകൊണ്ട് ഫ്ലോയം. ഒരു സിമ്പിൾ സൈഫണോസ്റ്റീൽ ആണ് എക്ടോഫ്ലോയിക് സൈഫണോസ്റ്റീൽ. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ക്ലാഡോസൈഫോണിക് സൈഫണോസ്റ്റീൽ. കഴിഞ്ഞ തവണ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് ക്ലാഡോസൈഫോണിക് സൈഫണോസ്റ്റീലിന്റെ എക്സാമ്പിൾ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇക്വസിറ്റം ആണ് ആൻസർ. ഇനി ആംഫിഫ്ലോയിക് സൈഫണോസ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിത്തുണ്ട്, പിത്ത് കഴിഞ്ഞാൽ സൈലം, സൈലം കഴിഞ്ഞാൽ ഫ്ലോയം, ഫ്ലോയം കഴിഞ്ഞാൽ എഗെയിൻ സൈലം. അതായത് സൈലം എൻസർക്കിളിംഗ് ഫ്ലോയം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണ് ആംഫിഫ്ലോയിക് സൈഫണോസ്റ്റീലിനുള്ളത്. ഇനി സോളനോസ്റ്റീൽ ആണ്. സോളനോസ്റ്റീൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റീലിന്റെ ഇടയിൽ ലീഫ് ഗ്യാപ്പ് വരും. അതായത് ലീഫ് അറൈസ് ചെയ്യുന്നത് കൊണ്ടിട്ടാണ് ലീഫ് ഗ്യാപ്പ് വരുന്നത്. അതാണ് സോളനോസ്റ്റീൽ എന്ന് പറയുന്നത്. ഡിക്റ്റിയോ സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസെക്റ്റഡ് ആയിട്ടുള്ള സ്റ്റീലിനെയാണ് ഡിക്റ്റിയോ സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യാൻ നേരത്ത് സ്മോൾ ബണ്ടിൽസ് ആയിട്ട് അറേഞ്ച്മെന്റ് കാണിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ലീഫ് ട്രേസും ലീഫ് ഗ്യാപ്പും കാണിക്കുന്നുണ്ട്. പോളിസൈക്ലിക് എന്ന് പറഞ്ഞാൽ മെനി സൈക്ലിക് സ്റ്റീലുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് പോളിസൈക്ലിക് ഡിക്റ്റിയോ സ്റ്റീൽ. എക്സാമ്പിൾ നോട്ട് ചെയ്ത് പോകുക. ഇനി ദിസ് ഇസ് ദ ബേസിക് ജീനസ് നെയിം ആസ് വെൽ ആസ് ദി കോമൺ നെയിം. അതും നോക്കുക. ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ജിംനോസ്പേംസിന്റെ ജനറൽ ക്യാരക്ടർ ഇമ്പോർട്ടന്റ് ആണ്, അത് നോട്ട് ചെയ്യുക. ഇവിടെ നമ്മളെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാമിലി ക്യാരക്ടേഴ്സ് ആണ്. ഫാമിലി ക്യാരക്ടർ നമ്മൾ പറയാൻ നേരത്ത് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അനോനേസിയ ഫാമിലി ആണ്. അനോനേസിയ ഫാമിലി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇവിടെ ഇവരുടെ ആന്തർ ആണ് സ്പെഷ്യൽ ആയിട്ട് വരുന്നത്. കണക്റ്റീവ് ടിഷ്യൂ പ്രൊട്രൂഡിങ് ബിയോണ്ട് ദി ആന്തർ ലോബ്. അപ്പൊ ആന്തർ ലോബിന്റെ പുറത്തേക്ക് കണക്റ്റീവ് പ്രൊട്രൂഡ് ചെയ്തുകൊണ്ട് വരും. ബേസിക്കലി നമ്മളൊരു ആന്തർ സ്റ്റേമൻ എടുത്തു കഴിഞ്ഞാൽ ആന്തർ ആൻഡ് ഫിലമെന്റ്, ഫിലമെന്റിനെയും ആന്തറിനെയും കണക്ട് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ടിഷ്യൂ ആണ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. സ്മോൾ ടിഷ്യൂ ആണ് അല്ലെ. പക്ഷേ അനോനേസിയനെ നമ്മൾ കൺസിഡർ ചെയ്യാൻ നേരത്ത് ആന്തർ ലോബിന്റെ നടുക്ക് കൂടി ഈ കണക്റ്റീവ് പോകും. എന്നിട്ട് ഒരു ക്യാപ്പ് അല്ലെങ്കിൽ ഒരു ഹുഡ് പോലെ നമ്മുടെ ആന്തറിനെ കവർ ചെയ്തുകൊണ്ട് ക്യാപ്പ് ഓർ ഹുഡ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ അനോനേസിയയുടെ കീ ക്യാരക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റുമിനേറ്റ് എൻഡോസ്പേം ഉണ്ട് ആൻഡ് ഫ്രൂട്ടസ് ആൻഡ് എറ്റാരി ഓഫ് ബറി. നിംഫേസിയെ കൺസിഡർ ചെയ്ത അക്വാട്ടിക് ഫോംസ് ആണ്. അതുപോലെ തന്നെ പെറ്റൽ ടു സ്റ്റേമൻ ഗ്രേഡിയേഷൻ കാണിക്കുന്നുണ്ട്. ബ്രാസിക്കേസിയ ഫാമിലി എന്ന് പറയുന്നത് മസ്റ്റാർഡ് ഫാമിലി ആണ്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പെറ്റൽസ് ആണ് കോമൺ ആയിട്ടുള്ളത്. നമ്മൾ നോർമലി ഒരു ഫ്ലവർ എടുത്തു കഴിഞ്ഞാൽ 5 പെറ്റൽ ഉണ്ടാവും അല്ലെ. ബ്രാസിക്കേസിയ ഫാമിലിയിൽ 4 പെറ്റൽസേ ഉള്ളൂ. ക്രൂസിഫോം ലൈക്ക് ആണ്, അതായത് ഒരു ക്രോസ് ഷേപ്പിലെ പെറ്റൽസ് ആണുള്ളത്. സ്റ്റേമൻസ് 6 in നമ്പേഴ്സ്. അതുപോലെ തന്നെ ടെട്രാ ഡൈഡിനാമസ് കണ്ടീഷൻ ആണ് ഇവിടെ ഉള്ളത്. ആൻഡ് ഇവിടെ ഓവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിലോക്കുലാർ ആണ്, ഒരു സിംഗിൾ ചേംബറേ ഉള്ളൂ. പക്ഷെ ഒരു ഫോൾസ് സെപ്റ്റം ഫോം ചെയ്തിട്ടുണ്ട്. ഫോൾസ് സെപ്റ്റം ഈ ഓവറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഇറ്റ് അപ്പിയേഴ്സ് ലൈക്ക് എ ബൈലോക്കുലാർ കണ്ടീഷൻ. ഈ ഫോൾസ് സെപ്റ്റത്തിനെ പറയുന്ന പേരാണ് റെപ്ലം. ഡിപ്റ്റിരോ കാർപ്പേസിയ ഫാമിലി ആണ് അടുത്തത്. ജയന്റ് ട്രീസ് ആണ്. റെസിൻ ഡക്ട് പ്രസന്റ് ആണ്. വിങ്ഡ് സമാറയാണ് ഫ്രൂട്ട്. കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഫാമിലിയാണ്. മാൽവേസിയ ഫാമിലി കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് ഒരു ജീനസ് ബേസ് ചെയ്തിട്ടായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇവിടെ നമ്മൾ ന്യൂമറസ് സ്റ്റേമൻ, മൊണാഡൽഫസ് കണ്ടീഷൻ, മോണോത്തിക്കസ് ആന്തർ, റെനിഫോം കണ്ടീഷൻ, അതുപോലെ തന്നെ സ്റ്റാമിനൽ കോളം, അതൊക്കെയാണ് ബേസിക് ആയിട്ട്. എപ്പിക്കാലിക്സ്, അതൊക്കെയാണ് മാൽവേസിയയുടെ കീ ക്യാരക്ടർ ആയിട്ട് വരുന്നത്. ഫാബേസിയ എന്ന് പറയുമ്പോൾ പൾവൈനസ് ലീഫ്, അതായത് നമ്മൾക്ക് ബേസിക്കലി ഇവിടെ വരുമ്പോൾ കോമ്പൗണ്ട് ലീഫുകളാണ്. ട്രൈഫോളിയേറ്റ് അല്ലെങ്കിൽ എന്താ പറയാ മൾട്ടി ഫോളിയേറ്റ് കണ്ടീഷൻ ആയിരിക്കും വരുന്നത്. അപ്പൊ ഈ ലീഫിന്റെ പീറ്റിയോളിന്റെ ബേസ് എന്ന് പറയുന്നത് ഇച്ചിരി എന്താ പറയാ വലുതായിട്ടിരിക്കും. സ്വെൽഡ് കണ്ടീഷൻ ആയിരിക്കും, സ്വോളൻ കണ്ടീഷൻ. അതിനെയാണ് പൾവൈനസ് ലീഫ് എന്ന് പറയുന്നത്.
പിന്നെ കോമ്പൗണ്ട് ലീഫ് ആണ്. വെക്സിലറി അല്ലെങ്കിൽ ഡിസെൻഡിങ് ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ ആണ്. ഫ്രൂട്ട് ഇസ് എ ലെഗ്യൂം ഓർ ലൊമെന്റം. ഇനി ആസ്റ്ററേസിയ ഫാമിലി എടുത്തു കഴിഞ്ഞാൽ ഹെഡ് ഇൻഫ്ലോറസെൻസ് ആണ്, അത് നോക്കാം. അതുപോലെ സിൻജനേഷ്യസ് ആന്തർ ഉണ്ട്, യൂണിലോക്കുലാർ ഓവറി വിത്ത് ബേസൽ പ്ലാസന്റേഷൻ. റൂബിയേസിയ ഫാമിലിയിൽ ഇന്റർപീറ്റ്യുലാർ സ്റ്റിപ്യൂൾ, അതുപോലെ ഡൈക്കേഷ്യൽ സൈം ആണ് ഈ പറയുന്ന ഇൻഫ്ലോറസെൻസ് ആയിട്ട് വരുന്നത്. എപ്പിപെറ്റാലിസ് കണ്ടീഷൻ, ഇൻഫീരിയർ ഓവറി. റൂട്ടേസിയ എന്ന് പറയുന്ന നേരത്തെ ഗ്ലാൻഡുലാർ പ്ലാന്റ് ആണ്. അവർക്ക് സ്ട്രോങ് സ്മെല്ലിംഗ് ആയിട്ടുള്ള ഗ്ലാൻഡുകൾ പ്രസന്റ് ആണ്. ആൻഡ് ഒബ്ഡിപ്ലോസ്റ്റെമോണസ് കണ്ടീഷൻ, ഫ്രൂട്ടസ് ഹെസ്പെറിഡിയം. ആൻഡ് അസ്ക്ലെപ്പിയാഡേസിയ ഫാമിലി എടുത്തു കഴിഞ്ഞാൽ മിൽക്കി ലാറ്റക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ്. ഗൈനോസ്റ്റീജിയം, അതായത് ഗൈനീഷ്യത്തിന് ഒരു സിഗ്മാറ്റിക് ഡിസ്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, അത് സ്റ്റേമനിലേക്ക് അറ്റാച്ച്ഡ് ആവുന്ന കണ്ടീഷൻ ആണ് ഗൈനോസ്റ്റീജിയം എന്ന് പറയുന്നത്. പോളൻ ഗ്രെയിൻസ് എപ്പോഴും പൊളീനിയ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനകത്താണ് കാണുന്നത്, പോളൻ മാസ് ആയിട്ട്. ലാമിയേസിയ ഫാമിലി എടുക്കുമ്പോൾ ക്വാഡ്രാങ്കുലർ സ്റ്റെം ആണ്. ആ സ്റ്റെമ്മിലും അതിന്റെ ലീഫിലും ഒക്കെ ഗ്ലാൻഡുലാർ ഹെയർസ് പ്രസന്റ് ആണ്. ആ ഗ്ലാൻഡുകളിൽ ഓയിൽസും സ്റ്റോർ ചെയ്യുന്നുണ്ട്. വെർട്ടിസിലാസ്റ്റർ ആണ് ഇൻഫ്ലോറസെൻസ്. ഗൈനോബേസിക് സ്റ്റൈല് പ്രസന്റ് ആണ്. ഡൈഡൈനാമസ് സ്റ്റേമൻസും ഉണ്ട്. ഇനി വെർബിനേസിയ ഫാമിലി എടുത്തു കഴിഞ്ഞാൽ സംതിങ് സിമിലർ ടു ലാമിയേസിയ ഫാമിലി ആണ്. കോമ്പൗണ്ട് ഇൻഫ്ലോറസെൻസ് ആണ്, അമ്പൽ ഇൻഫ്ലോറസെൻസും കാണാറുണ്ട്. ഡൈഡൈനാമസ് കണ്ടീഷൻ പ്രസന്റ് ആണ്. ടെർമിനൽ സ്റ്റൈൽ ആണ്. ചില കേസസിൽ ഗൈനോബേസിക് കണ്ടീഷനും ഒക്കെ അറിയാറുണ്ട്. ഇനി സോളനേസിയ ഫാമിലി. സോളനേസിയ എന്ന് പറയാൻ നേരത്ത് ഇവർക്ക് പെർസിസ്റ്റന്റ് കാലിക്സ് ഉണ്ട്, അതുപോലെ തന്നെ ബൈലോക്കുലാർ കണ്ടീഷൻ ആണ്. ആക്സൈൽ പ്ലാസന്റേഷൻ ആണ്. ഈ ആക്സൈൽ പ്ലാസന്റേഷന്റെ നടുക്കൊരിത്തിരി സ്വോളൻ ആയിട്ട് കാണാറുണ്ട്, അതാണ് സ്വോളൻ ആക്സൈൽ പ്ലാസന്റേഷൻ. ഓവറി എന്ന് പറയുമ്പോൾ ഒരു ഒബ്ലിക് പ്ലേസ്ഡ് കണ്ടീഷൻ ആണ്, ഒരു ഇച്ചിരി ചരിവുള്ള ഓവറിയാണ്. പോളിഗാലേസിയ ഫാമിലി അത്യാവശ്യം വലിയ ഫാമിലിയാണ്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. പിന്നെ ഉള്ളത് നമ്മുടെ എമറാന്തേസിയ ഫാമിലിയാണ്. അവർക്ക് ഡ്രൈ മെമ്പറേനിയസ് ലീഫ് ആണ് ഉള്ളത്. ഡ്രൈ അക്കീൻ ആണ് ഇവരുടെ ഇൻഫ്ലോറസെൻസ്, അതാണ് ഇവരുടെ കീ ക്യാരക്ടർ. യൂഫോർബേസിയ ഫാമിലിയിൽ മിൽക്കി ലാറ്റക്സ് പ്രൊഡ്യൂസിങ് സീറോഫൈറ്റിക് ഫോം ആണ്. യൂഫോർബേസിയയിലെ യൂഫോർബിയ എന്ന് പറയുന്ന ജീനസിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഇൻഫ്ലോറസെൻസ് ആണ് സയാത്തേം ഇൻഫ്ലോറസെൻസ്. അല്ലാണ്ട് നമുക്ക് മറ്റ് പ്ലാന്റുകൾ ഇപ്പൊ ക്രോട്ടൺ, കാസ്റ്റർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ റെസിമോസ് ഇൻഫ്ലോറസെൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. പോർട്ടുലേക്കേസിയ ഫാമിലി ഉണ്ട്. ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്റ്റിപ്യൂൾസിലാണ് ഹെയറി സ്കാരിയസ് സ്റ്റിപ്യൂൾ ആണ് കാണുന്നത്. അതുപോലെ യുട്രിക്കേസിയ ഫാമിലി ഉണ്ട്. ഇവർക്കും ഈ പറയുന്ന ഹെയർ പ്രസന്റ് ആയിട്ടുള്ള shrubs ആണ് കൂടുതൽ കാണിക്കുന്നത്. ട്രൈക്കോംസ് ധാരാളം കാണിക്കുന്നുണ്ട്. പിന്നെ ഓർക്കിഡേസിയ ഫാമിലി എന്ന് പറയുമ്പോൾ എപ്പിഫൈറ്റിക് ഫോംസ് ആണ്. സ്യൂഡോ ബൾബ്സ് പ്രസന്റ് ആയിരിക്കും. അതുപോലെ വെലാമിൻ റൂട്ട് പ്രസന്റ് ആണ്, അതായത് റൂട്ടിൽ ഈ സ്പെഷ്യൽ റൂട്ടാണ്, അതിൽ വെലാമിൻ എന്ന് പറയുന്ന ഒരു ലെയർ പ്രസന്റ് ആയിരിക്കും. പിന്നെ ഇവരുടെ ഫ്ലവർ ഡെവലപ്മെന്റിന്റെ സമയത്ത് ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്, അതിനെയാണ് റെസ്യൂപ്പിനേഷൻ എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ പെറ്റൽ എടുത്തു കഴിഞ്ഞാൽ, ഓർക്കിഡ്സിന്റെ പെറ്റൽ എടുത്തു കഴിയുമ്പോൾ പോസ്റ്റീരിയർ പെറ്റൽ ഇത്തിരി എൻലാർജ്ഡ്, കുറച്ച് അട്രാക്റ്റീവ് ആയിരിക്കും. അതിനെയാണ് ലിപ്പ് അല്ലെങ്കിൽ ലെബെല്ലം എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് റെസ്യൂപ്പിനേഷൻ ആണ്. അതായത് നമ്മുടെ ഓർക്കിഡിന്റെ ബഡ് കണ്ടീഷനിൽ നിന്നും ഫ്ലവറിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലവറിന്റെ സ്റ്റോക്ക് ഒരു 180 ഡിഗ്രി റൊട്ടേഷൻ നടത്തുന്നുണ്ട്. ആ 180 ഡിഗ്രി റൊട്ടേഷനെയാണ് റെസ്യൂപ്പിനേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അസ്ക്ലെപ്പിയാഡേസിയയിൽ കണ്ട പോലെ പൊളീനിയ ഇവിടെ പ്രസന്റ് ആണ്. അതുപോലെ തന്നെ ഗൈനീഷ്യത്തില് സ്പെഷ്യലൈസ് സ്ട്രക്ചർ, ദാറ്റ് ഇസ് റോസ്റ്റെല്ലം എന്ന് പറയുന്ന സ്ട്രക്ചറും പ്രസന്റ് ആണ്. ഇനി പോയേസിയ ഫാമിലി എടുത്തു കഴിഞ്ഞാൽ ഹെർബേഷ്യസ് ഫോം ആണ്. ഇവരുടെ ഇൻഫ്ലോറസെൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നമുക്ക് സ്പൈക്ലെറ്റ് ആണ് ഇൻഫ്ലോറസെൻസ് ആയിട്ട് പറയുന്നത്. പിന്നെ കാരിയോപ്സിസ് ആണ് ഫ്രൂട്ട്. നമ്മുടെ പോയേസിയ റൈസ് ഫാമിലി. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് നമ്മുടെ ഫാമിലി ക്യാരക്ടർ ആയിട്ട് വരുന്നത് കേട്ടോ. എല്ലാവരും ഈ പറയുന്ന ഫാമിലി ക്യാരക്ടേഴ്സ് നോട്ട് ചെയ്ത് പോവുക. ഇനി നമുക്ക് ഒരു മിനിറ്റത്തേക്കൊന്ന് ഹോൾഡ് ചെയ്യണം കേട്ടോ.